ഓം ശാന്തി. പ്രഭാത മുരളി 8/4/22। मीठे बच्चे, अपनी अवस्था अच्छी बनानी है तो सवेरे सवेरे उठ एकांत में बैठ विचार करो कि हम आत्मा है, हमें अब वापस जाना है, यह नाटक पूरा हुआ. ഇന്ന് ബാബൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, തന്റെ അവസ്ഥ നല്ലതാക്കണമെങ്കിൽ, നിർബന്ധമില്ല, നമ്മുടെ അവസ്ഥ നല്ലതാക്കണമെങ്കിൽ അതിവെളുപ്പിനെ എഴുന്നേറ്റ് ഏകാന്തതയിൽ ഇരിക്കണം. അമൃതവേളയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെ, ഒറ്റയ്ക്ക് ഇരുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിന്ത വരും. അവർ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കും. അവർ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ വേറെ ചിന്തകൾ വരും. നമുക്ക് ഉറക്കം വരും എന്നുള്ള ചിന്ത വരും. അല്ലെ, ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മളും ബാബയോട് ഇരിക്കുക. ഏകാന്തതയിൽ ഇരുന്നിട്ട് വിചാരം ചെയ്യണം, നമ്മള് ആത്മാവാണ്, നമുക്ക് ഇപ്പോൾ മടങ്ങി പോകണം, ഈ നാടകം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ അവസ്ഥ വളരെ നല്ലതാണ്. ചോദ്യം: പൂരാ പൂരാ ബലി ചടനേക്ക അർത്ഥിക്കാണ്. പൂർണ്ണമായ ബലി, മഹാബലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: പൂരാ ബലി ചടന മാന ബുദ്ധിക യോഗ ഏക തരഫ് രഹി. പൂർണ്ണമായും ബലി അർപ്പിക്കുക എന്നാൽ ബുദ്ധിയുടെ യോഗം ഒരു ഭാഗത്ത്, ബാബയുടെ ഭാഗത്ത്. നമുക്ക് മനസ്സ് പോകുന്നത് എന്റെയിലേക്ക് പോകും. അപ്പോൾ എന്റെ എല്ലാം നമ്മൾ ബലിയിട്ട് കഴിയുകയാണെങ്കിൽ ബാബ പറയുന്നു, നമ്മൾ ആർക്കാണോ ബലിയിട്ടത് നമ്മൾ ആരുടേതായി മാറി ആ ആളുടെ ഓർമ്മ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ എല്ലാം എനിക്ക് ബാബയാണ്, ഞാൻ എനിക്കുള്ളതെല്ലാം ബാബയ്ക്ക് കൊടുത്തു, പക്ഷെ എനിക്ക് പല പല ചിന്തകളാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ശരിയായ രീതിയിൽ ബലിയിട്ടിട്ടില്ല. എല്ലാവർക്കും ഉള്ളൊരു ചിന്തയാണ് ഭാവിയെ കുറിച്ചുള്ള ചിന്ത. ഭാവിയെ കുറിച്ചുള്ള ചിന്ത വരുന്നതിന് കാര്യം എന്താണ്? സമർപ്പണം ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ എന്നെ ബാബയ്ക്ക് സമർപ്പിച്ചാൽ എന്നെ കുറിച്ച് എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് അസുഖം വരുമെന്നോ, കിടപ്പിലായി പോകുന്നോ, ആരെങ്കിലും നോക്കാനുണ്ടാവുമെന്നോ, അല്ലെ, ഇങ്ങനെ യാതൊരു ചിന്തയുടെ ആവശ്യമില്ല. നമ്മള് ബാബയ്ക്ക് നമ്മളെ സമർപ്പിച്ചാൽ. ബച്ചെ ആദി കൊയ് ദേഹധാരി യാത് ന ആയി. കുട്ടികൾ ഉൾപ്പെടെ ഒരു ദേഹധാരിയുടെയും ഒരു ദേഹവും, ഇഹലോകത്തിലുള്ള ഒരു ദേഹവും നമ്മുടെ മനസ്സിൽ വരും. ഒന്ന്, നമുക്ക് ദേഹവുമായിട്ട് ബന്ധമില്ല, ദേഹം ബോധമില്ലാത്തതാണ്, ആത്മാവുമായിട്ടാണ് ബന്ധം. രണ്ട്, എന്റെ എന്നുള്ളത് നമ്മൾ ബാബയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. മക്കളെയും ബന്ധുമിത്രാദികളെയും ബാബയ്ക്ക് സമർപ്പിച്ചു. അപ്പൊ ആരെയും ചിന്തിക്കരുത്. ദേഹക്കാ ഭാൻ ടൂട്ട് ജായ്, ദേഹത്തിന്റെ ബോധം അച്ചു പോകണം. ഐസ ജോ പൂരാ ബലി ചടത്തെ ഹെ ഉനെ 21 ജന്മം കാ വർഷ ബാബ് സെ മിൽത്ത. ആരാണോ ഇപ്രകാരം പൂർണ്ണമായും ബലിയിടുന്നത് അവർക്കാണ് 21 ജന്മത്തെ സമ്പത്ത് ബാബയിൽ നിന്നും കിട്ടുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ബാബ പറയാറുണ്ട്, പൂർണ്ണമായും ബേഗറാകും. പൂർണ്ണമായും ബേഗറാകാണെങ്കിൽ പൂർണ്ണമായ രാജാവാകും. ജോ ഏക് ദോക്കെ നാമരൂപമേ ലട്ടു ഹോത്തെ വഹ് ബാപ്ക അവർ അപ്പന നാം ബദനാം കർത്തെ. ആരാണോ പരസ്പരം നാമരൂപങ്ങളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അവര് ബാബയുടെയും പേര് ചീത്തയാക്കും. ബാബ പറയാണ് അവരുടെയും പേര് ചീത്തയാക്കും. ചോദ്യം, വീണ്ടും ചോദ്യമാണ്. ബാബ സബി ബച്ചോം പർ കോൻസി കൃപ കർത്തെ. ബാബ എല്ലാ കുട്ടികളിലും എന്ത് കൃപയാണ് കാണിക്കുന്നത്? ഉത്തരം: കൗഡീസെ ഹീരെ ജൈസ ബനാനേക്ക് കൃപ ബാബ കർത്തെ. കക്കയിൽ നിന്നും വൈരമാക്കാനുള്ള കൃപ ബാബ കാണിക്കും. ജോ ബച്ചെ കദം കദം പർ റായ് ലേത്തെ കുച്ച് ചിപ്പാത്തെ നഹിം ഉൻ പർ സ്വതഹി കൃപ ഹോ ജാതി. ഏത് കുട്ടികളാണോ ഓരോ ചുവടിലും ബാബയുടെ ഉപദേശം തേടുന്നത്, ബാബയിൽ നിന്നും ഒന്നും ഒളിക്കാത്തത്, അവര് താനേ കൃപയ്ക്ക് അർഹരാകും. അതായത് ബാബ പറയാണ്, ഈ ലോകത്ത് ഈശ്വരൻ ആരോടും ഒരു കൃപ കാണിച്ചിട്ടില്ല, കാണിക്കുകയുമില്ല. അങ്ങനെ സംഭവിച്ചിട്ടേയില്ല. കരുതുന്നെങ്കിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭക്തരും ഭക്തരല്ലാത്തവരും ദൈവവിശ്വാസികളും അല്ലാത്തവരൊക്കെ കരയും. ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ഒക്കെ കരയും. അപ്പൊ ബാബ പറയണ ഒരു കൃപ ഞാൻ കാണിക്കും. ആ കൃപ എന്താണ്? ഞാൻ ഒന്ന് പഠിപ്പിക്കും. ഉയർത്താനുള്ള ജ്ഞാനം നൽകും. ധനം നൽകില്ല, ധനം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു. അപ്പൊ ബാബ പറയാണ്, ആ വഴിയെ നടക്കുന്നവരെന്താ ചെയ്യേണ്ടത്? ഈ വഴി ഇത്തിരി പാടായതുകൊണ്ട് നമ്മുടെ ഓരോ ചുവടിലും നമ്മൾ ബാബയോട് ചോദിക്കണം, എന്ത് ചെയ്യണമെന്ന് ബാബയോട് ചോദിക്കണം. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും ആരോടും പറയരുത്, പക്ഷെ ബാബയോട് പറയാതിരിക്കരുത്. ബാബ പറയണം, അവര് താനെ കൃപയ്ക്ക് അർഹരാണ്. ഗീതം കിസ്നെ യഹ് സബ് ഖേൽ രചായ. ആരാണ് ഈ കളിയെല്ലാം രചിച്ചത്? ഇത്രയും വിചിത്രമായ
ഈ കളി ആരാണ് രചിച്ചത്? ഓം ശാന്തി. ജിനോനെ ഗീത് ബനായാ ഹെ വഹ് ഇൻകാ അർത്ഥ നഹീ ജാനത്തെ. ആരാണോ ഈ കീർത്തനം എഴുതിയത് അല്ലെങ്കിൽ പാട്ട് എഴുതിയത് അവർക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. തും ബച്ചോം കോ ബാബാ ने समझाया है कि देखो तुमको कितना अच्छा वर्षा दिया था जब तुमको रजा. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നോക്കൂ ഞാൻ നിങ്ങൾക്ക് എത്രയോ നല്ല സമ്പത്ത് നൽകിയതായിരുന്നു നിങ്ങൾ രചിച്ച സമയത്ത്. നമ്മളെ ബാബ രചിച്ച സമയത്ത് ബാബ നമ്മളെ അത്രയും സൗന്ദര്യമുള്ളവരും സമ്പന്നരും സംസ്കാരമുള്ളവരുമാക്കിയിട്ടാണ് രചിച്ചത്. സ്വർഗ ഹേ നയി രചന, സ്വർഗമാണ് പുതിയ രചന. ദുനിയ നഹിം ജാനതി കി സ്വർഗ കി രചന കൈസെ രചി ജാതി. ഈ സ്വർഗത്തിന്റെ രചന എങ്ങനെയാണ് ചെയ്തത് ലോകത്തിന് അറിയില്ല. ഒരു കൈസെ മായരൂപി പാഞ്ച് വികാർ ചടിജാത്തെ, പിന്നെ എങ്ങനെയാണ് ഇതിൽ പഞ്ചവികാരങ്ങളാവുന്ന മായ കയറിയത്? ഏക്ക് ഏക്ക് ബാത്ത് നയ്യേ നയ്യുദില്ല. ബാബ പറയാണ്, ഇവിടെ ബാബ ഓരോരോ കാര്യങ്ങളും പുതിയതാണ് പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? പുതിയ ലോകത്തിന് വേണ്ടി. രാമരാജ്യം ഗാന്ധിക്ക് ആഗ്രഹം ഉണ്ടായി, പക്ഷെ രാമരാജ്യം എന്താണ്, അങ്ങനെ ഉണ്ടായിരുന്നു ഗാന്ധിക്ക് അറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെ പോയി അതും ഗാന്ധിക്ക് അറിയില്ല. അല്ലെ, പോയ കാര്യം അറിയുകയാണെങ്കിൽ എന്താണ് കാരണം മനസ്സിലാക്കുകയാണെങ്കിൽ നിവാരണം കൊണ്ടുവരാം. ഇതെല്ലാം ബാബയ്ക്ക് മാത്രമേ അറിയൂ. സത്യയുഗ് കിസ്കോ കഹാ ജാത്ത യഹ് ഭി നഹീ ജാനത്തെ ഹോ യഹ് കൈസെ ജാനെ. സത്യയുഗം എന്ന് പറയുന്നത് എന്തിനാണ് അതുപോലും അറിയില്ലെങ്കിൽ പിന്നെ സത്യയുഗം എങ്ങനെ ത്രേതായികമായി, ഇതൊക്കെ എങ്ങനെ അറിയും? യഹ് നോളജ് കൊയ് ബി ശാസ്ത്രമേ നഹി. ഈ അറിവ് വേദശാസ്ത്രങ്ങളിൽ ഒന്നിലും തന്നെ ഇല്ല. സൂചനകളുണ്ട്, ബൈബിളിലും ചില പുരാണങ്ങളിലൊക്കെ സൂചനകളുണ്ട്, പക്ഷെ വ്യക്തതയില്ല. സ്വയം പരംപിത പരമാത്മാ ഹി ആത്മ നോളജ് ദേത്തെ ഹി ജോ നോളജ് പ്രായലുഭവത. സ്വയം പരംപിത പരമാത്മാവ് തന്നെ വന്ന് ജ്ഞാനം നൽകും. ആ ജ്ഞാനമാണ് പ്രായലോപമായി പോയി. ഇതിൽ പറയുന്ന കാലഹരണപ്പെട്ടു എന്ന് പറയുന്നത് ഈ ജ്ഞാനമാണ്. നോളജ് സെ രാജയോഗ സി രാജായി പായി ബസ്. ജ്ഞാനത്തിലൂടെ രാജയോഗം പഠിച്ച് രാജപദവി നേടി, അത്രേ ഉള്ളൂ. ഇസ്കോ കഹാ ജാത്താ ഹെ സ്പിരിച്വൽ നോളജ്. ഇതിനെയാണ് പറയുന്നത് സ്പിരിച്വൽ നോളജ്. സ്പിരിച്വൽ കഹാ ജാത്താ ഹെ സ്പിരിറ്റ് കോ ആത്മാക്കോ. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ അത് ആത്മാവിനെ കുറിച്ചാണ്, സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സുപ്രീം സ്പിരിറ്റ് കഹേങ്കെ ബാബുക്കോ, അല്ലെ? സുപ്രീം സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാബയെ. അല്ലെ, പണ്ട് ഞാനും മുരളീധരൻ സാറും ഇവിടെ ഒരു അമ്പലത്തിൽ പ്രഭാഷിച്ചു, കൃഷ്ണപുരത്ത്. അന്ന് ഞാൻ കൃഷ്ണപുരത്തായതുകൊണ്ട് അമ്പലക്കാര് പറഞ്ഞു ആരെങ്കിലും പ്രഭാഷണത്തിന് കിട്ടാണ് 7 ദിവസം പ്രഭാഷണത്തിന് വിളിക്കും. അപ്പൊ മേനോൻ സാറ് പ്രശസ്തനാണ്, ആലപ്പുഴക്കാരനാണ്. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് കള്ളു കുടിച്ച് അതിന് മുമ്പിൽ കിടന്ന് ഡാൻസ് കളിക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അരവിന്ദ്, ഇതാണ് നാട്ടിലെ സ്പിരിച്വാലിറ്റി. സ്പിരിറ്റ് അടിക്കുക, ആടുക. അതാണ് നമ്മുടെ നാട്ടിലെ സ്പിരിച്വാലിറ്റി. അപ്പൊ ബാബ പറഞ്ഞു സ്പിരിച്വൽ എന്നൊക്കെ എല്ലാവരും പറയും, സ്പിരിച്വൽ നോളജ്, സ്പിരിച്വാലിറ്റി. അത് സ്പിരിറ്റിനെ കുറിച്ചുള്ള അറിവാണ്. സ്പിരിറ്റ്, സുപ്രീം സ്പിരിറ്റ് കഹേങ്കെ ബാബു. സുപ്രീം സ്പിരിറ്റ് എന്ന് പറയുന്ന ബാബയാണ്. അനേക നാം ദേഹിയ, അനേക പേരുകളാണ്. കഹത്തെ ബീഹെ സ്പിരിച്വൽ ജ്ഞാൻ ചായി. എല്ലാവരും പറയും നമുക്ക് സ്പിരിച്വൽ ജ്ഞാനം വേണം. ഫിലോസഫി ഒരു ശാസ്ത്രം കാ ജ്ഞാൻ ഹോ ജാത്ത. ഫിലോസഫി ഉണ്ട്, ധാരാളം ഫിലോസഫികൾ, തത്വശാസ്ത്രങ്ങളുണ്ട്, ഡോക്ടർ ഓഫ് ഫിലോസഫിക്ക്. അത് ബാബ പറയാണ് ശാസ്ത്രജ്ഞാനമാണ്. ശാസ്ത്ര പഠിക്കർ ഉൻകോ ജാനാ ജാത്ത. അവരെല്ലാം ഈ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടാണ് പോകുന്നവരാണ്. പരംപിത പരമാത്മാത്തോ ശാസ്ത്ര പഠിത്തേ ഹി നഹിം ഉസ്കോ കഹാ ജാത്ത ഹെ നോളജബിൾ. എന്നാൽ പരംപിത പരമാത്മാവ് ഒരു ശാസ്ത്രവും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബാബയെ പറയുന്നത് നോളജ്ഫുൾ. പൊതുവെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അറിവില്ലാത്തവരിലൂടെ ആയിരിക്കും കൂടുതൽ അറിവ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ബ്രഹ്മകുമാരീസിലാണെങ്കിലും അറിവില്ലാത്ത പെൺകുട്ടികളെ ചെറുപ്പത്തിലെ പിടിച്ച് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഈ അറിവ് കൊടുക്കുന്നത്. അറിവ് ഉണ്ടെങ്കിലുള്ള ഒരു കുഴപ്പം എന്താണ്? മാച്ചു കളയേണ്ടി വരും. മാച്ചാലും ശരിയാവില്ല. മുഹമ്മദിന് അക്ഷരാഭ്യാസം പോലും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രത്യേക ഘട്ടത്തില് അറിവ് കൊടുക്കാൻ പറ്റും. അപ്പൊ ബാബ പറയാണ്, ഞാൻ ഒരു പുസ്തകം വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ അറിവുണ്ട്. അറിവ് പുസ്തകത്തിലല്ല, അറിവ് ആത്മാവിലാണ്. മനുഷ്യ സമുച്ചയത്തെ വഹ അന്തറിയാം. അപ്പൊ ആളുകൾ വിചാരിക്കാണ് ഈശ്വരൻ എല്ലാവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ ലോകത്തിൽ എല്ലാ കാര്യവുമാണ്. പരന്തു ഐസെത്തോ ഹായ് നഹി. പക്ഷെ അങ്ങനെയല്ല. ഡ്രാമ അനുസാർ ജോ ജൈസ കർമ്മ കർത്തേഹെ ഉൻകോ വഹ ഫൽ തോ മിൽത്താ ഹി. ആളുകൾ വിചാരിക്കുകയാണ് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഈശ്വരനാണ് നമുക്ക് നൽകുന്നത്, ഈശ്വരനെല്ലാം അറിയും. ബാബ പറയാണ് അതൊരു ഓട്ടോമാറ്റിക് മെഷീനറിയാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിന്റെ ഫലം സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് എത്തിച്ചേരും. ഗീത എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണ്? ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതി. ഞാൻ ആർക്കും കർമ്മവും കൊടുത്തിട്ടില്ല, കർമ്മഫലവും കൊടുത്തിട്ടില്ല, ഇത് തമ്മിൽ ഞാൻ ബന്ധിച്ചിട്ടുമില്ല. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. പിന്നെ ഇടയ്ക്ക് ബാബ വാണി പറയുമല്ലോ, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും, നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, അല്ലെ? ഞാനാണ് കർമ്മഫലം കൊടുക്കുന്നത്, ഞാനാണ് ഭക്തിയുടെ ഫലം കൊടുക്കുന്നത്
ഇടയ്ക്ക് ബാബ പറയും അത് ഡ്രാമ അനുസരിച്ച് നടക്കുന്നതാണ്, അല്ലാണ്ട് ഞാൻ കൊടുക്കുന്നതെന്നല്ല. അപ്പൊ ഇത് രണ്ടും മാറ്റി മാറ്റി പറയുമ്പോൾ ജ്ഞാനികൾ പോലും എന്ത് ചെയ്യും, കൺഫ്യൂസ്ഡ് ആയി. അങ്ങനെയൊക്കെയാണ് ചിലർക്ക് ഡൗട്ട് വരും. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ അധികാരി ഈശ്വരനായതുകൊണ്ടാണ് നമുക്ക് അധികാരിയെ ഇപ്പൊ നമുക്ക് ഡ്രാമയെ സമർപ്പിക്കാനേക്കാളും എളുപ്പം എന്താണ്, ബാബയിൽ സമർപ്പിച്ചാൽ. കർമ്മഫല സിദ്ധാന്തം ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അത് ഡ്രാമ അനുസരിച്ചാന്ന് നമുക്കറിയാം. പക്ഷെ അത് ബാബയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. എല്ലാം ഈശ്വര തീരുമാനം അനുസരിച്ച് നടക്കും. അപ്പൊ ഭക്തർക്കും എളുപ്പമാണ്, ജ്ഞാനികൾക്കും എളുപ്പമാണ്. കാര്യത്തിട്ടുണ്ടെങ്കിൽ അത് ബാബയ്ക്ക് വരയ്ക്കും. ഇതിന്റെ അധികാരി ബാബയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ സെന്ററിൽ വള്ളിപുള്ളി എല്ലാ കാര്യങ്ങളും ദിശാസിഷ്ട അറിയണമെന്ന്, പക്ഷെ ദിശാസിഷ്ടാണ് അല്ലെങ്കിൽ ഇൻചാർജ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു തവർക്കുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു അധികാരിക്ക് അതിന്റെ ഒരു ഇത് വരുന്നത് പോലെ ബാബ പറയാണ്, ഈ സിസ്റ്റത്തിന്റെ അധികാരി ഞാൻ ആയതുകൊണ്ടും ഈ സിസ്റ്റം ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും അതാണ് ബാബ ഇടയ്ക്ക് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ശിക്ഷ നൽകും, അല്ലെങ്കിൽ ഭക്തിയുടെ ഫലം ഞാനാണ് കൊടുത്തത് പറയും. ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന കാര്യം. ബച്ചോംകോ കർമ്മ അകർമ്മ വികർമ്മയ്ക്ക് ഗതി സമझാത്തെ. ബാബ കുട്ടികൾക്ക് കർമ്മത്തിന്റെയും അകർമ്മത്തിന്റെയും വികർമ്മത്തിന്റെയും ഗതി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കർമ്മ അകർമ്മ കബ് ഹോത്താഹി ഒരു കർമ്മ വികർമ്മ കൈസെ ബനത്തേഹി. കർമ്മം എപ്പോഴാണ് അകർമ്മമായിരുന്നത്, ഈ കർമ്മങ്ങൾ എങ്ങനെ വികർമ്മങ്ങളായി മാറി. സ്വർഗമേ കൊയ് ബൂരാ കം ഹോത്ത നഹി ജോ വികർമ്മ ബനെ ക്യോങ്കി വഹം രാവൺ രാജകീയ നഹി ഇസ്ലിയെ കർമ്മ അകർമ്മ ബൻ ജാത്തെ. സ്വർഗത്തിലെ മോശമായ കർമ്മങ്ങൾ ഒന്നുമില്ല. മോശമായ കർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കർമ്മം ചെയ്യുന്നതെല്ലാം മോശം. അവിടെ രാവണരാജ്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ കർമ്മങ്ങള് വികർമ്മങ്ങളല്ല. കർമ്മം ഏത് കാലത്ത്, കർമ്മം അനാദിയാണ്. അതുകൊണ്ട് അവിടുത്തെ കർമ്മങ്ങള് അകർമ്മങ്ങളാണ്. പോസിറ്റീവ് കർമ്മങ്ങളും ചെയ്യില്ല അവർ. കാരണം ദാനങ്ങൾ ചെയ്യാൻ പറ്റില്ല. ജ്ഞാനദാനം ചെയ്യാനോ രക്തദാനം ചെയ്യാനോ അന്നദാനം ചെയ്യാനോ ഒന്നും സാധ്യമല്ല. കരുതുന്നെങ്കിൽ അവിടെ അതിന്റെ ആവശ്യമില്ല. അപ്പോ നല്ല കർമ്മങ്ങളുമില്ല, ചീത്ത കർമ്മങ്ങളും. അപ്പൊ അതെന്തായി, അകർമ്മമായി, ന്യൂട്രൽ കർമ്മങ്ങളാണ്. ലേബ് ചേബ് തബ് ലഗത്താഹെ ജബ് വികർമ്മങ്ങൾ. എന്നാൽ ഈ മണ്ണ് പറ്റും, ദേഹബോധത്തിന്റെ ആ കലർപ്പ് വരുമ്പോഴാണ് കർമ്മങ്ങൾ വികർമ്മങ്ങളാകും. പാപ് കരാനെ വാലാഹേര. അപ്പൊ നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന രാവണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ? ഇല്ല. പക്ഷെ രാവണൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അതൊരു വ്യക്തിവൽക്കരിക്കുന്നതാണ്. അപ്പൊ തും ബച്ചും കോ ബാബ സമച്ചാൽ. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അച്ഛൻ തന്നെ ഇരുന്ന് മക്കളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യത്തോ യഹിനഹീൻ ജാനത്തേക്ക് സത്യമേ വികാർ വികർ കൈസെ ബച്ചെ പൈദാ ഹോത്തേ. സത്യത്തിൽ വികാരങ്ങൾ ഇല്ലാണ്ട് കുട്ടികൾ എങ്ങനെ ജനിക്കും? ബാബ പറഞ്ഞു, അത് മനുഷ്യർക്ക് അറിയില്ല. ബഹുത്ത് ലോക കാലത്തെ വികാർ ഹോത്തേ ഹെ ജരൂർ പരന്തു ഇത്തനെ നഹി. ധാരാളം പേരുടെ വിശ്വാസം എന്താ, വികാരം ഇല്ലാണ്ടിരിക്കില്ല, പക്ഷെ കലിയുഗത്തിലെ പോലെ വികാരം ഉണ്ടാവും. വികാരമില്ലാണ്ട് കുട്ടികളൊന്നും ജനിക്കത്തില്ല. ദേഷ്യമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത്രയും ദേഷ്യമൊന്നും ഉണ്ടാവും. അങ്ങനെയൊക്കെ അവർ വരുള്ളൂ. കാമവികാരം ഇല്ലാണ്ട് കുട്ടികൾ എങ്ങനെ ഉണ്ടാവും? അപ്പോ ഈ കലിയുഗത്തിലെ പോലെ ഉണ്ടാവില്ല. പരന്തു ബാബ പറഞ്ഞു അങ്ങനെയല്ല. ജൈസെ യഹാംബി സന്യാസി ഗുരു ലോക സമച്ചാത്തെ വർഷമേം വാ മാസമേം ഏക് ബാർ വികാരമേം ജാവും. സന്യാസികളും ഗുരുക്കന്മാരും ചിലപ്പോൾ ഗൃഹസ്ഥരോട് പറയാറുണ്ട്, നിങ്ങൾ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ വികാരത്തിലേക്ക്, അതായത് കുത്തഴിഞ്ഞ് ജീവിക്കരുത്. പരന്തു ബാബത്തോ ഫട്സേ കാതെ ബച്ചേക്കാ മഹാശത്രു ഉൻപർ പൂരി ജീത്തുമായി. എന്നാൽ ബാബ അതിൽ യാതൊരു വിധത്തിലും വെള്ളം ചേർക്കില്ല. ബാബ തീർത്ത് പറയാണ്, കുട്ടികളെ കാമം മഹാശത്രുവാണ്, പൂർണ്ണമായും അതിനെ ജയിക്കുക. സമ്പൂർണ്ണ നിർവികാരി ബനനാഹി, സമ്പൂർണ്ണ നിർവികാരികളാണ്. വഹം രാവൺഹീനഹിം തോ വികാർ കഹംസായി. അവിടെ രാവണനേ ഇല്ല, പിന്നെ വികാരങ്ങൾ എവിടെ നിന്ന് വരാനാണ്? സിഖ് ലോക് ബി ഗാത്തേഹി മൂത്ത് പലീത്തി കപ്പട് ധോയ്. സിഖുകാർ ഇങ്ങനെ പാടാറുണ്ട്, മലമൂത്രം നിറഞ്ഞ വസ്ത്രത്തെ, അതായത് ആത്മാവ് മലമൂത്രം നിറഞ്ഞ ശരീരത്തിലേക്ക് ചേർന്നു, അതിനെ അലക്കിയെടുത്തു. ഏഹ് കിസ്കി നിന്ദാനഹിയും കർത്തേഹി. ഇതാരുടെ നിന്ദ എന്നുള്ള അവർ ചെയ്യുന്ന, ബാബ പറയുന്നത് നിന്ദിക്കല്ല. ജോ ജൈസാ ഹോഗ ഉൻകോ ഐസെ ജരൂർ കഹി. എങ്ങനെയാണോ ഒരു കാര്യം അത് അതുപോലെ പറയുന്നു എന്നുള്ളത്, അത് നിന്ദിക്കല്ല. ചോർക്കോ ചോർക്കാഹെങ്കിൽ, കള്ളനെ കള്ളാന്ന് വിളിക്കുന്നത് നിന്ദിക്കലല്ലോ, കള്ളനെ കള്ളാന്നല്ലേ വിളിക്കാൻ പറ്റും. ഗ്രന്ഥമേമ്പി ബഹുത്ത് സമച്ചാനിലേക്ക്. ബാബ പറയുന്നു, ആ ഗുരു ഗ്രന്ഥ സാഹിബിലെ ധാരാളം കാര്യങ്ങൾ ഇതുപോലെ ഈ ജ്ഞാനമാർഗത്തിന്റെ ധാരാളം കാര്യങ്ങൾ അതിൽ കടപ്പെട്ടു. ബ്രഹ്മ ബാബയ്ക്ക് ഭയങ്കര ഇതായിരുന്നു, ഗുരു ഗ്രന്ഥ സാഹിബ് ബാബ എന്ന് വായിക്കും. ബാബയ്ക്ക് അത് കാണാപ്പാടമായിരുന്നു. അതുകൊണ്ടാണ് അതിൽ നിന്ന് ധാരാളം കയറി വരും. കാരണം ആ ഭാഗം കുറെ സിഖുകാരുടെ വേണ്ടി ഭാഗമാണ്. ഗുരു നാനാക്കിനെ പരംപിത പരമാത്മാക്കി മഹിമാക്കി. ഗുരു നാനാക്ക് പരംപിത പരമാത്മാവിന്റെ മഹിമയാണ് പറഞ്ഞത്. കഹത്തേഹെ ജബ് സാഹിബ് സുഖമണി, അല്ലെ, സാഹിബിനെ ജപിക്കാനാണ് പറഞ്ഞത്, എന്നിട്ട് സുഖം നേടാനാണ് പറഞ്ഞത്. ബാബ കഹത്തേഹി മുച്ചേക. ബാബ പറയുന്നത് എന്നെ ജപിക്കാനല്ല, എന്നെ ഓർമ്മിക്കുക. ജിസ്കോ ആധാ കൽപ്പ യാദ് കിയ വഹ് ചീസ് അഗർ മിൽ ജായേ തോ കിത്തനി ഖുഷി ഹോനി ചാഹിയെ. അരക്കൽപ്പം ഏത് സാധനത്തെയാണോ നമ്മൾ ഓർമ്മിച്ചത്, അല്ലെങ്കിൽ ആരെയാണ് ഓർമ്മിച്ചത്, ആ ആളെ കിട്ടുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാകും. പരന്തു ഖുഷി ബി ഉൻകോ ഹോത്തി ഹെ ജോ ഘടി ഘടി അപ്നേക്കോ ആത്മാ സമझ. എന്നാൽ പരമാത്മാവിനെ കിട്ടിയതിന്റെ സന്തോഷം വരണമെങ്കിൽ ബാബ പറയാണ്, അടിക്കടി ആത്മാവാണ് എന്നുള്ള ബോധം.
ആത്മാവിനെ പരമാത്മാവുമായിട്ട് ബന്ധം വരികയുള്ളൂ. ആത്മാ സമച്ചനേസെ ബാബയ്ക്ക് സാത്ത് ലവ് രഹേത. ആത്മാവ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പരമാത്മാവിനോട് ഒരു പ്രേമമൊക്കെ വരും. ആത്മാക്കോ ഈ സമയം പദാഹി നഹി ഹേ കി ഹമാരാ ബാപ്പ് കോൻ. ആത്മാവിന് ഈ സമയത്ത് നമ്മുടെ അച്ഛൻ ആരാന്ന് അറിഞ്ഞൂടാ. ആത്മാവിന് ഈ സമയത്ത് അച്ഛൻ ആരാന്ന് അറിഞ്ഞൂടാ. ആത്മാവിന് ഈ സമയത്ത് ഇത് പറഞ്ഞൂടാ. ഏത് അറിഞ്ഞൂടാ? ആത്മാവാണെന്ന് അറിഞ്ഞൂടാ. ആത്മാവാണെന്ന് അറിഞ്ഞിട്ട് വേണ്ട പിന്നെ പരമാത്മാവിനെ അറിയാൻ. ബാബുക്ക ബൻ ബാബുക്ക് ഓക്യുപ്പേഷൻ ജാനാത്തോ ഇപ്പൊ ബുദ്ധു കാഹെ. അച്ഛന്റെ കുട്ടിയായിട്ട് അച്ഛന്റെ ജോലി അറിയില്ലെങ്കിൽ അത് ബുദ്ധുവാണ്. പ്രഹ്ലാദിക്ക് കഥ സുനാത്തേ ഹെ ബദല ലേന കെ ലിയെ ധംബ സെ നികല പരന്തു പരമാത്മാ ഹി കഹ അഡ്രസ് കാ പദ ഭി നഹി. പ്രഹ്ലാദന്റെ കഥയിലെ പ്രഹ്ലാദിനെ ഉപദ്രവിച്ച ഹിരണ്യകശിപനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഭഗവാൻ സ്തംഭത്തിൽ നിന്ന് തൂണിന്ന് ഇറങ്ങി വന്നു എന്ന് പറയും. പക്ഷെ ബാബയ്ക്കാണ് ഞാൻ എവിടെയാണ്, എന്റെ അഡ്രസ് അറിയാം. അതായത് അഡ്രസ് അറിയാണെങ്കിലല്ലേ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. ബാബ ഞാൻ എന്റെ തൂണിലാണ് ഇരിക്കുന്നത്. അഭിത്തും ബച്ചേ ജാനത്തെ. അപ്പൊ നമ്മൾ ഭക്തര് വിചാരിക്കും ഇനിയിപ്പൊ എവിടെ ഓർമ്മിക്കേണ്ടത്? അല്ലെ, തൂണിലാണ് ഓർമ്മിക്കുന്നത്, തൂണിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പൊ അതിനൊരു കഥയുണ്ട്, തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പ്രഹ്ലാദൻ. അപ്പൊ ഹിരണ്യകശിപിലിരിക്കുന്നത് ആരാ? പരമാത്മാവ് തന്നെ. തൂണിലും തുരുമ്പിലും ഉണ്ടെങ്കിൽ ഹിരണ്യകശിപിലിരിക്കുന്നത് പരമാത്മാവ് തന്നെ അല്ലെ. അപ്പൊ പിന്നെ ഇനി എവിടെ നിന്ന് വരാനാണ്? എല്ലായിടത്തും തുരുമ്പെണ്ണില്ലാതെ എങ്ങനെ ഇറങ്ങി വരും? ഇപ്പൊ ഈ മുറിക്ക് വേറെ ഈ മുറിയിലെ വായുവിനെ എവിടേക്ക് ഇറങ്ങി പോകാൻ പറ്റും? അതിനകത്ത് വ്യാപിച്ചിരിക്കാം അല്ലെ. നമ്മളിപ്പോ വന്നു പോയി, പക്ഷെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ്. അത് തിരിച്ചു വയ്ക്കാനുള്ള പവറില്ല. അത് തിരിച്ചു വയ്ക്കാനുള്ളത് തന്റെ ആർക്കുമില്ല, ഗുരുക്കന്മാരോട് ചോദിക്കാൻ പറ്റത്തില്ല. അഭി തും ബച്ചേ ജാനത്തെ ഹോ. ഇപ്പോൾ കുട്ടികൾക്ക് അറിയാം അഡ്രസ്. തും ഹോ ബ്രഹ്മകുമാർ കുമാരിയ. ബാബ പറയാണ്, നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. പ്രജാപിത ബ്രഹ്മക്കാബി നാം ബാല. പ്രജാപിത ബ്രഹ്മാവിന്റെ പേര് പ്രശസ്തമാണ്. സ്ത്രീ തോ ഹൈ നഹിം ജോ ഉൻസെ ബച്ച പൈദ കരി. ബാബ പറയുന്നു, സ്ത്രീ ഇല്ലെങ്കിൽ എങ്ങനെ കുട്ടികളെ ജനിപ്പിക്കും? ജരൂർ മുഖവംശാവലി ഹോ. തീർച്ചയായിട്ടും മുഖവംശാവലികൾ ഉണ്ടാകും. തുമ്പി യഹ് സമച്ചാ സക്തേ ഹോ. ഇത് നമുക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഹം ഹേ ബ്രഹ്മകുമാർ കുമാരി പ്രജാപിത ബ്രഹ്മക്ക നാം സുനാഹേ. ഞങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരാ. ബ്രഹ്മാവിന്റെ പേര് കേട്ടിട്ടുണ്ടോ? ജോ തോ പരംപിത പരമാത്മ ബ്രഹ്മാദ്വാര രചന രചിത്തെ. അപ്പോൾ പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ പുതിയ രചനയെ രചിക്കാം. പഹലെ പഹലെ ബ്രഹ്മാക്കോ രച ഒരു ബ്രഹ്മാദ്വാര രചന രചി. ആദ്യം ബ്രഹ്മാവിനെ രചിച്ചു. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരെ രചിച്ചു. ബ്രാഹ്മണരെ പഠിപ്പിച്ച് ദേവതകളായി. പിന്നെ അങ്ങ് നടന്നോളൂ. ബാബ സമച്ചാത്തേ ഹി ദേഖോ മേരി കിത്തനി മുഖവംശാവലിഹി. നോക്കൂ ബാബ എങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത്. ബാബ പറയാണ്, നോക്കൂ എനിക്ക് എത്ര മുഖവംശാവലികൾ. സബ്കോ വരസാത്തോ ശിവ ബാബ സേ ഹി മിൽത്താ ഹി ജിസ്കോ അഡോപ്റ്റ് കിയാ ഹി ഭക്തോ ജരൂർ കരുമോ. എല്ലാവർക്കും സമ്പത്ത് കിട്ടുന്നത് ശിവബാബയിൽ. ബാബ ദത്തെടുക്കുന്നത് പാവങ്ങളെയായിരിക്കും അല്ലെ. സ്വത്ത് കൊടുക്കാൻ വേണ്ടി ദത്തെടുക്കുന്നത് പാവങ്ങളെയാണ്. പഹലെ ബ്രഹ്മാക്കോ അഡോപ്റ്റ് കിയ ബ്രഹ്മാദ്വാര ഒരു മുഖവംശാവലി ബനെ. ആദ്യം ബ്രഹ്മാവിനെ ദത്തെടുത്തു. ബ്രഹ്മാവിലൂടെ മുഖവംശാവലിയെ രചിച്ചു. വഹ് മുഖവംശാവലി ബ്രാഹ്മൺ ജിസ്മാനി യാത്ര കരാത്തെ. ഏക് ബ്രഹ്മാ മുഖവംശാവലി ബ്രാഹ്മൺ രുഹാനി യാത്ര കരാത്തെ. ആ വികാരത്തിൽ കൂടി ജനിച്ച ജാത്യ ബ്രാഹ്മണര് സ്ഥൂലമായി ഇഹലോക തീർത്ഥയാത്രകൾ ചെയ്യിപ്പിക്കുന്നു. ബ്രഹ്മാമുഖത്തിൽ കൂടി ജനിച്ച ആത്മീയ ബ്രാഹ്മണര് ആത്മീയ യാത്ര ചെയ്യിപ്പിക്കുന്നു. ആത്മാവിന്റെ മനസ്സും ബുദ്ധിയും കൊണ്ട് പരന്ധാമത്തിലേക്ക് പോകാൻ പഠിപ്പിക്കുക. അവര് പരന്ധാമം പവിത്രമായ തീർത്ഥമാണ്. അതിന്റെ ഓർമ്മയ്ക്കുള്ള മറ്റു തീർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകാണ്. ഈ രുഹാനി യാത്ര കിസ്കോ സമച്ചത്തെ ഹം ബ്രഹ്മമേ ലീൻ ഹോ ജായി. ഈ ആത്മീയ യാത്രയെ കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. ചിലര് വിചാരിക്കാണ് ഞങ്ങൾ ബ്രഹ്മത്തിൽ പോയി ലയിക്കും. तो फिर जिस्मानी यात्रा करने की दरकार क्या? ബാബറിന് ബ്രഹ്മത്തിൽ പോയി ലയിക്കണമെങ്കിൽ ഇഹലോകത്ത് അലയേണ്ട കാര്യമുണ്ട്. ഇഹലോകത്ത് തീർത്ഥയാത്ര ചെയ്യണം. അതായത് ഭക്തി ഭാവം തട്ടിത്തെറിപ്പിച്ചവർ നിസ്സാരമായിട്ട് കളയും. ബ്രഹ്മത്തിൽ പോയി ലയിക്കണമെങ്കിൽ ഇഹലോകത്ത് അവിടെ ഇവിടെ പോകേണ്ട കാര്യം എന്താ? യാത്ര ഹൈബി നിർവാണധാമി. യാത്ര ചെയ്യേണ്ടത് നിർവാണധാമത്തിലേക്കാണ്. ഉൻകോ ഫിർ ജ്യോതി ജ്യോതി സമായ യാ ബുധബുധ ബുധബുധേസെ മിൽ ഗയ ഐസെ നഹീ കാക്കി. ബാബ പറഞ്ഞു, ബ്രഹ്മലോകത്തിലേക്ക് യാത്ര എന്ന് പറയുമ്പോൾ ആത്മാവ് അനശ്വരമാണ്, ആത്മാവ് നശിക്കില്ല. പക്ഷെ അവര് പറയുന്നു ബ്രഹ്മത്തിൽ ലയിക്കും. അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നുണ്ടായ കുമിള പൊട്ടുമ്പോൾ അത് വെള്ളമായി മാറും. ബ്രഹ്മത്തിൽ നിന്ന് വന്ന ആത്മാവ് ബ്രഹ്മത്തിൽ പോയി ലയിക്കും എന്നാണ് അവർ പറയുന്നത്. ബാബ പറഞ്ഞു അങ്ങനെയല്ല. ഇത് ആത്മാ യാത്ര കർത്ത. ഇവിടെ ആത്മാവ് യാത്ര ചെയ്യാം. ബ്രഹ്മ തത്വമേ ജാതി. ബ്രഹ്മ തത്വത്തിലേക്ക് അത് പോകും. ഏഹ് റുഹാനി യാത്ര, ബാക്കി സബ് ജിസ്മാനി യാത്ര. ഇതാണ് ആത്മീയ യാത്ര. ബാക്കിയെല്ലാം അതിന്റെ സിംബോളിക് ആയിട്ടുള്ള ഇഹലോക യാത്രകളാണ്. അമർനാഥ യാത്ര അല്ലെ സോമനാഥ യാത്ര എന്ന് പറഞ്ഞാലും ബാബ പറഞ്ഞു അതെല്ലാം ഇഹലോകത്ത് പോകേണ്ടത് പരലോകത്തിലേക്കാണ്. അവിടേക്ക് ആരും പോകുന്നില്ല. ഉനംകൊത്വം മാലും ഹി നഹി ഹേ കി നിർവാൺധാം കോൻ ലേ ജാ സക്തേ. ആർക്ക് നമ്മൾ നിർവാണധാമത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലും അവർക്കറിയില്ല. അഭി ബേഹദ് കാ ബാബ് കഹത്തെ ഹി
मैं ही सबको ले जाता हूം സർവ കാ പണ്ട ബാബി ബൻതെ. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ വന്ന് പറയാണ്, ഞാൻ തന്നെ എല്ലാവരെയും കൊണ്ടുപോകും, ഞാൻ എല്ലാവരുടെയും പണ്ടയാണ്, ഞാൻ എല്ലാവരുടെയും വഴികാട്ടിയാണ്, എല്ലാ ആത്മാക്കളെയും, ഏത് എല്ലാ ഗുരുക്കന്മാരുടെയും ആത്മാക്കളെയും ഞാൻ തന്നെയാണ് കൊണ്ടുപോകും. സത്യമേ ബഹൂത് ധോടെ മനുഷ്യ ബാക്കി സബ് ആത്മായും വാപ്പിസ് ജരൂർ ജാത്തേ ഹെ. സത്യത്തിൽ വളരെ കുറച്ച് ആത്മാക്കളെ ഉണ്ടാവുള്ളൂ, അപ്പൊ ബാക്കി എല്ലാ ആത്മാക്കളും തീർച്ചയായിട്ടും മടങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. റൈറ്റിയസ് ബാത്ത് ബാബി ഹി ബതാ. സത്യമായ കാര്യം സത്യം മാത്രമേ പറയൂ, അല്ലെ? അതുകൊണ്ടാണ് ബാബയെ സത്യം എന്ന് വിളിക്കുന്നത്, അല്ലെ? ബ്രഹ്മമാണോ ദൈവം? ബ്രഹ്മത്തിൽ പോയി ലയിക്കുവോ? ബ്രഹ്മത്തിൽ നിന്ന് വരാനുള്ള കാരണം എന്താണ്? വന്നിട്ട് നമ്മൾ തിരിച്ചടക്കി പോയിട്ടുണ്ടോ? അത് ആരെങ്കിലും പോയിട്ടുണ്ടോ? എങ്ങനെയൊക്കെ ഇറങ്ങി? അതിനിടയ്ക്ക് നമ്മൾ മറ്റു ജീവജാലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയി പോയോ? ബാബ പറഞ്ഞു, ആർക്കും ഒന്നിനും ഏകതയില്ല, തീരുമാനമില്ല. സത്യം, ഇതിനെ കുറിച്ചുള്ള സത്യം ബാബയ്ക്ക്, സത്യമായ ബാബയ്ക്ക് പറയാൻ പറ്റും. അപ്പൊ തും ഹോ സച്ചി സച്ചി യാത്ര പർ. ഇപ്പോൾ നമ്മളാണെങ്കിലോ സത്യമായ യാത്രയിലാണ്. ഹം ആത്മാഹെ നാടക പൂരാ ഹോത്താഹെ വാപ്പസ് ജാന. ഇത്രയേ ഉള്ളൂ, നമ്മൾ ആത്മാക്കളാണ്, നാടകം കഴിഞ്ഞു, നമുക്ക് മടങ്ങി പോകേണ്ട സമയമായി. ഏത് പക്ക ഹോ ജാനാ ചാഹി. ഇത് ബാബ പറഞ്ഞു ഉറപ്പിക്കണം. ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെളുപ്പിന് എഴുന്നേറ്റൊക്കെ ഇരിക്കാൻ പറയുന്നത്. അതിന് എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേറ്റ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഉറക്കില്ല. ഇത് ഉറക്കാൻ ഇത് ഉറച്ച പിന്നെ ഒന്നും ജ്ഞാനം ആവശ്യമില്ല. നമ്മൾ ആത്മാവാണ്, നമ്മൾ പരന്ധാം നിവാസികളാണ്, നമുക്കിപ്പോൾ മടങ്ങിപ്പോകുന്ന സമയമായി. ബാബ പറഞ്ഞു ഇത് ഉറപ്പിക്കണം. ഏകാന്തമേം ബൈഡ് എഹ് ഖ്യാൽ കരോക്കി ഹം ആത്മാഹെ ബാബ ഹംകോ ലേനെ ആയാഹി. ഏകാന്തതയിലിരുന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആത്മാക്കളാണ്, ബാബ നമ്മളെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഏഹ് ചോല ചീച്ചീഹി. നമ്മുടെ ഈ ദേഹം ഇപ്പോൾ വൃത്തികെട്ടായി. ഐസെ അപ്പനെ സാത്ത് ബാത്തേം കർണേ ഹോത്തി ഹെ ഇസ്കോ വിചാർ സാഗർ മന്ദൻ കഹാ ജാതാ. ഇപ്രകാരം നമ്മൾ സ്വയം ഇരുന്ന് ചിന്തിക്കണം, ഞാനും ഇങ്ങനെ മനനം ചെയ്യണം. ഇതിന് തന്നെയാണ് പറയുന്നത് വിചാര സാഗര മദനം, പാലാഴി കടയണം. ബാബാനെ കർമ്മ കർണേക്ക് ഇപ്പൊ ചുട്ടി. കർമ്മം ചെയ്യേണ്ടെന്ന് ബാബ പറഞ്ഞു, കർമ്മം ചെയ്യാനുള്ള അനുമതി ബാബ നൽകി. ബാക്കി രാത്രിക്കോ ജാഗക്കർ ഏക അഭ്യാസ് കരോത്തോ ദിൻമേം ഭി അവസ്ഥ അച്ചി രഹേഗി മദത് മിലേഗി. രാത്രിയിൽ ബാബ പറഞ്ഞു കുറച്ചു നേരം ഉണർന്നിരുന്നിട്ട് ഇത് അഭ്യസിക്കുമെങ്കിൽ പകലും നമ്മുടെ അവസ്ഥ വളരെ നല്ലതായിരിക്കും, ഈ അവസ്ഥ നമ്മളെ സഹായിക്കും. രാത്രിക്ക അഭ്യാസ് ദിൻമേം കാമായേക. രാത്രി നമ്മൾ ചെയ്ത ഈ പ്രാക്ടീസ് ബാബ പറയണം പകല് പ്രയോജനപ്പെടും. അതായത് പകലാണല്ലോ കർമ്മക്ഷേത്രത്തിലാണ് സംഘർഷം, ആ സംഘർഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കാൻ രാത്രിയിൽ അഭ്യാസം സഹായിക്കും. രാത്രിക്കോ ജഗാനാഹി 2 ബജെ കെ ബാദ്. ബാബ 2 മണിക്ക് ശേഷം എഴുന്നേക്കണം. ക്യോങ്കി 9 से 12 बजे तक का टाइम बिल्कुल डर्टी है, इसलिए विचार सागर मंथन सवेरे ही किया जाता. 9 മണി മുതൽ 12 മണി വരെ ഏറ്റവും മോശമായ സമയമാണ്. അതുകൊണ്ട് ബാബ പറയണു വിചാരസാഗര മദനം ചെയ്യേണ്ടത് പ്രഭാതത്തിലാണ്. ഹം ആത്മാഹെ ബസ് അബ് ബാബ കെ പാസ് കി ജാനാഹി ഏഹ് ചോല ചോട് ദൂസര ലേങ്കി. നമ്മൾ ആത്മാക്കളാണ്, നമുക്ക് ബാബയുടെ അടുത്തേക്ക് പോകണം. ഈ വേഷം ഉപേക്ഷിച്ച് വേറൊന്നും എടുത്തു. ഏഹ് ഹെ അപ്പനെ സാത്ത് ബാത്തേം കർണേ കണ്ട. ഇപ്രകാരം നമ്മൾ നമ്മളോട് തന്നെ, ആത്മാവിനോട് തന്നെ സംസാരിക്കുന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരും, അല്ലെ? നമ്മൾ നമ്മളോട്, മറ്റുള്ളവരോട് സംസാരിക്കാൻ ചിലപ്പോൾ പലർക്കും താല്പര്യം ലക്ഷ്യം. നമ്മൾ നമ്മളോട് സംസാരിക്കണം, പിന്നെ നമ്മൾ ബാബയോടും കൂടി സംസാരിക്കണം. ബാബ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് പ്രാക്ടീസ് ചെയ്യണം. 84 ജന്മ പൂരേ ഹുയി. നമ്മുടെ 84 ജന്മങ്ങൾ കഴിഞ്ഞു. ബാക്കി കുച്ച് ദിൻ രഹേ ഹുയേ. ഇനി കുറച്ച് ദിവസങ്ങളെ അവശേഷിച്ചിട്ടുള്ളൂ. ഏഹ് ബേഹത്ത് കാ ഡ്രാമ. ഇത് ബാബ പറയാണ് ഒരു പരിധി ഇല്ലാത്ത ഒരു കളിയാണിത്. ഐസെ ബുദ്ധിമേ രഹനേസെ ദേഹ് കാ ഭാൻ ടൂട്ട് ജായേഗ. അങ്ങനെ ഞാൻ ആത്മാവാണ്, കുറെ ജന്മങ്ങൾ ഞാൻ എടുത്തു, എനിക്ക് പോകേണ്ട സമയമായി. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബാബ പറയാണ് ഈ ദേഹബോധം പതുക്കെ അറ്റുപൊക്കോളും. ബാബ ഓർ വാർസേ ഹി യാദ് ബനെ. അപ്പോൾ ബാബയെയും സമ്പത്തിനെയും നമുക്ക് ഓർമ്മയിൽ വരും. ബാബ ഹി ആക്കർ ശിക്ഷ ദേത്തെ. ഈ ശിക്ഷണ നമുക്ക് നൽകുന്നത് ബാബ തന്നെ, ഈശ്വരൻ വന്ന് പഠിപ്പിക്കും. അപ്പൊ നമുക്കൊന്ന് ഉറച്ചാൽ മതി, ഈശ്വരനെ പഠിപ്പിക്കും. ബാക്കി മായയില്ല, അത് നമുക്ക് എങ്ങനെയും നേരിട്ട് ജയിക്കാൻ പറ്റും. ഈശ്വരൻ പഠിപ്പിക്കുന്നു പറയുമ്പോൾ എന്താണ്, പിന്നെ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. നഹിം ദോ ഹം ഐസേ ശ്രേഷ്ഠ പവിത്ര ബൻ കൈസേ സക്തേ. ബാബ നമ്മളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും ശ്രേഷ്ഠവും പവിത്രവും എങ്ങനെയാകും? ഈ സമയം കറപ്ഷൻ തോ ബഹുത് ഹെ, ഇസ്ലിയെ നാം നികൽത്തെ സദാചാർ കമ്മിറ്റി. ഈ സമയത്ത് ധാരാളം കറപ്ഷൻ, അഴിമതിക്ക്, അല്ലെ, ഭ്രഷ്ടാചാരങ്ങൾ കണ്ടമാനമായി. അതുകൊണ്ട് സദാചാര കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. ആകെ യഹ് സബ് ബാത്തേം തീരായി. ബാബറിന് പണ്ട് ഇങ്ങനെയുള്ള ആവശ്യമില്ലായിരുന്നു, അല്ലെ? എല്ലാവർക്കും സദാചാരമുണ്ട്, അതുകൊണ്ട് പിന്നെ കമ്മിറ്റിയുടെ ആവശ്യമില്ല. നെഗറ്റീവ് വർദ്ധിച്ചപ്പോഴാണ് ഇത്രയും ഊരാക്കുടുക്കുകൾ എല്ലാത്തിനെയും പരിഹരിക്കാനുള്ള കാര്യങ്ങൾ, ഇത്രയും പട്ടാളവും ഇത്രയും സ്പൈ വർക്കിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനുഷ്യബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ ആകെ ജീവിതം കുഴപ്പത്തിലായി. ഏഹ് കറപ്ഷൻ ആദി സഭ അഭി ഹുയി. ഈ കറപ്ഷനൊക്കെ ഈ സമയത്താണ്. മിനിസ്റ്റർ ആദി ബനത്തെ ഹെ തോ കിത്തനെ പൈസ ലൂട്ടത്തെ. മന്ത്രിമാരൊക്കെ ആകുമ്പോൾ അവർ എത്ര പൈസയാണ് അപഹരിക്കുന്നത്? കിത്തന ഭ്രഷ്ടാചാർ കർത്തെ. അതിനുവേണ്ടി എന്തെല്ലാം ഭ്രഷ്ടാചാരങ്ങൾ ചെയ്തു.
सत्य में होती है श्रेष्ठाचारी गवर्नमेंट. സത്യത്തിൽ ബാബ പറയുന്നു ശ്രേഷ്ഠാചാരി ഗവൺമെന്റ് ആയിരിക്കും. തും ബഹുത്ത് ശ്രേഷ്ഠാചാരി ബൻ രഹേ ഹോ. നമ്മൾ വളരെയധികം ശ്രേഷ്ഠാചാരികളായിക്കൊണ്ടിരിക്കുകയാണ്. വഹം ബാപ് കാ നാം നഹീ ഹോത്ത. പാപ് കാ നാം നഹീ ഹോത്ത. അവിടെ പാപം എന്നൊരു പേര് ഉണ്ടാവില്ല. ബാപ്പ് ആക്കർ സ്വർഗത്തെ ലായക്ക് ബനാ. ബാബ വന്നിട്ട് പാപമില്ലാത്ത ലോകത്തിന്റെ അധികാരി ആക്കാണ് നമ്മളെ. സബി ജോ ഡർട്ടി ഹെ ഉൻകോ ഗുൽഗുൽ ബനാ. എല്ലാം അഴുക്ക് പിടിച്ചു പോയി, അതിനെ ബാബ സുന്ദരമാക്കാണ്. സ്വർഗ സ്ഥാപൻ കർക്കെ സർവ്വക്കെ സദ്ഗതി ദേ ഫിർ ഖുദ് ചിപ്പ് ജാതാ. ബാബ സ്വർഗം സ്ഥാപിച്ച് എല്ലാവർക്കും സദ്ഗതി കൊടുത്തതിന് ശേഷം സ്വയം മുക്തമായി പോകും, ബ്രഹ്മത്തിലേക്ക് പോയി അവിടെ. ഞാനാണിത് ചെയ്തതെന്ന് അറിയാൻ ബാബയ്ക്ക് ആഗ്രഹവുമില്ല. അല്ലെ, ബാബയുടെ അവസാനം എന്റെ പേര് വരും, പ്രഖ്യാതമാകും. പക്ഷെ അതും ബാബയ്ക്ക് ആഗ്രഹവുമില്ല. ബാബ ഗുപ്തമായിട്ട് പണി ചെയ്യും, ഗുപ്തമായിട്ട് ബ്രഹ്മത്തിൽ പോയി അവിടെ ഇരിക്കും. മേരാ പാർട്ട് ഹി ഹേ സബ്കോ സദ്ഗതി ദേ. എന്റെ പാർട്ട് തന്നെ എല്ലാവർക്കും സദ്ഗതി കൊടുക്കാൻ. മേം സാരി ദുനിയാക്കോ ക്യാസെ ക്യാ ബനാത്താ ഹും. ഞാൻ ഈ ലോകത്തെ മുഴുവൻ എന്തിൽ നിന്നും എന്താക്കി മാറ്റും. ഏകത്വം മനുഷ്യ ഭീ കാത്തെ ലഡായി ലഗേ. മനുഷ്യരും പറയുന്നുണ്ട് ലോകത്തൊരു യുദ്ധം ഉണ്ടാകും. അഖ്ബാരോമേം പഠിത്താ ഹേ 5 വർഷക്കെ അന്തർ യഹു ഹോഗ വഹു ഹോഗ. പേപ്പറിലൊക്കെ ചിലപ്പോൾ വരാറുണ്ട് 5 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും, കാലാവസ്ഥ വ്യതിയാനമാണ്, ഇന്ത്യ പൊങ്ങും, അത് പൊങ്ങും, അല്ല തീരദേശങ്ങളൊക്കെ പൊങ്ങും, പിന്നെ 2050 എല്ലാം തീരും. വേറൊരു അണുബോംബ് കൂട്ടിയാൽ ഒക്കെ തീരും. അപ്പൊ പേപ്പറിലൊക്കെ വരുന്നു അച്ഛ വിനാശു ഹോഗ അൽ കിർ ക്യാ ഹോഗ. ശരി, വിനാശം ഉണ്ടാവും, ശേഷം എന്തായിരിക്കും? ഏത് വിനാശിപ്പിക്കും ഹോത്ത കാരണം ബതായന. എന്തിനാണ് ഈ വിനാശം വച്ചിരിക്കുന്നത്? കാരണം പറയണമല്ലോ. തും അബ് ജാനത്തെ ഹോ ബാബ സ്വർഗ സ്ഥാപന കരഹേ തോ നരക കാ ജരൂർ വിനാശു ഹോഗ. നമുക്കറിയാം ബാബ സ്വർഗത്തെ സ്ഥാപിക്കുന്നു, അപ്പോൾ ആ സ്വർഗം ഭൂമിയിൽ വരണമെങ്കിൽ നരകം നശിക്കണം. അപ്പോ ഈ ഇടവേളയിൽ പഴയ ലോകത്തിന്റെ വിനാശം തീർച്ചയായിട്ടും സംഭവിക്കും. ബാബ ആക്കർ പുരാനി ദുനിയാസെ നയി ദുനിയ ബനാത്തെ. ബാബ വന്നിട്ട് പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തെ ഉണ്ടാക്കുന്നു. വഹം അകാലെ മൃത്യു ഹോത്ത നഹി. ഒരു കൂട്ടക്കുരുതിക്ക് ശേഷം ബാബ പറയുന്നു പിന്നെ അകാല മൃത്യു ഉണ്ടാവില്ല. കലിയുഗത്തിന്റെ അവസാനം ബാബ എന്താ പറഞ്ഞ? ഗർഭത്തിലിരിക്കുന്ന ശിശു പോലും കൊല ചെയ്യപ്പെടും. കുട്ടികൾ ഒന്നുമില്ല, പ്രകൃതിക്ക് അല്ലേ മരണത്തെ എവിടെ കാണിച്ചിരിക്കുന്നത്? പോത്തിന്റെ പുറത്താണ്. പോത്തെന്ന് പറഞ്ഞാൽ ഒരു വകതിരിവില്ലാത്ത സാധനം. നമ്മളോടല്ലേ പോത്തിന്റെ അടുത്ത് വേദോത്തില്ല. മരണം പോത്തിനെ പോലെ വരും. അത് എല്ലാത്തിനെയും മാടിച്ച് നിരപ്പാക്കി തരും. പണമുള്ളവര്, സൗന്ദര്യമുള്ളവര്, സിനിമാ നടികളെ എല്ലാത്തിനും അടിച്ചു തെറിപ്പിച്ചു. അതിനുശേഷം ബാബ പറയുന്നു പിന്നെ ലോകത്ത് മരണം. ലോകത്ത് വല്ലാണ്ടൊരു കൂട്ടക്കരച്ചിൽ. ബാബറിന് പിന്നെ കരച്ചിലുണ്ടാവില്ല. ലോകത്ത് വല്ലാത്ത ദാരിദ്ര്യം. ബാബ ഇന്നലെ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ക്ഷാമമായിരിക്കും, ആഹാരക്ഷാമം. അതിനുശേഷം എല്ലാവർക്കും സുഭിക്ഷ. എല്ലാം എക്സ്ട്രീമിലേക്ക് പോയതിനു ശേഷം ബാബ പറയാണ് എല്ലാം പോസിറ്റീവിലേക്ക് തിരികെ ഒന്ന് തണുക്കൽ പ്രകൃതി. മരണേക്കാ കബി ഡർ നഹി രഹത്ത ആത്മാക്കാൻ ഞാൻ രഹത്ത. സത്യയുഗത്തിൽ അവർക്ക് ആത്മജ്ഞാനം ഉള്ളതുകൊണ്ട് മരണഭയമില്ല. ഹം ഏക ശരീർ ചോട് ജാഗ്രത. അവരുടെ മനസ്സ് ആത്മാവിൽ ഇരിക്കുന്നത് കൊണ്ട് അവർക്കറിയാം ഈ ദേഹം വേറെ, ഞാൻ വേറെ. ദേഹത്തിനാണ് പ്രായമായത്, അതവിടെ ഇട്ടിട്ട് ഞാൻ അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകും. വഹം അകാലെ മൃത്യു ഹോത്ത. ഇനി ചെറുപ്പത്തിൽ ആരെങ്കിലും മരിക്കുമോ? ഇല്ല. വെറും കാലം തെറ്റിയുള്ള മരണം അവിടെ ഉണ്ടാവില്ല. കാര്യം എന്താ? അത് മഹാകാലൻ സ്ഥാപിച്ച ലോകമാണ്. ശിവൻ സ്ഥാപിച്ചെടുത്ത് കാലം വരിക. मरने का कभी डर नहीं रहता. हम एक शरीर छोड़े जाकर दूसरा लेता. एक भी समझते जो देरी से आएंगे वह जरूर थोड़े दिन. ഇത് നമുക്കറിയാം. വൈകി വന്നവര് ബ്രഹ്മത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ വൈകി വന്നവർക്ക് കുറച്ച് ജന്മങ്ങൾ ഉണ്ടാവും. ഇന്നലെ ബാബു കുറച്ച് അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. ഹമാരെ 84 ജന്മം പൂരേ. നമുക്കാണ് 84 ജന്മം, നമ്മുടെ 84 ജന്മങ്ങൾ കഴിഞ്ഞു. ഏഹ് ദുനിയാ നഹീം ജാൻ. ഇത് ലോകം അറിയുന്നില്ല. തും ആത്മാവംകോ പരംപിത പരമാത്മാവായിട്ട് സമച്ചാത്തെ. നമ്മൾ ആത്മാക്കളെ ഇത് പഠിപ്പിക്കുന്നത് പരംപിത പരമാത്മാവ് ഈശ്വരൻ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നമുക്ക് ഉറക്കാണെങ്കിലോ പിന്നെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ദൈവം വന്ന് നമ്മളോട് നുണ പറയും. ദൈവം നമ്മളെ പറ്റിക്കുന്നു. സ്വർഗം വരും, വിനാശം വരാൻ പോകാണ്, അങ്ങനെ പറഞ്ഞു പറ്റിക്കൊന്നുമില്ല. പ്രജാപിതാക്കെ ബച്ചെത്തോ ആപ്പസ്മേ ഭായി ബഹൻ ടഹരെ. പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികൾ പരസ്പരം സഹോദരി സഹോദരന്മാരാണ്. തോ കൊയ് ബി വികർമ്മ കർണ ഹി സക്തി. അപ്പോൾ യാതൊരു വികർമ്മങ്ങളും ചെയ്യാൻ പാടില്ല. യു കാത്തെ ബി ഹിന്ദു ചീനി ബായി ഭായി വികാർ ഫിർ വികാർമേ കൈസേ ജായി. ഇവിടെ ഹിന്ദു ചീനി ബായി ബായി എന്ന് പറയാം. ബാബറിനും ബായി കൊണ്ട് ബായി ബായി എന്ന് പറയും. കയ്യിലൊക്കെ ആയുധങ്ങൾ. അപ്പൊ പിന്നെ അവരെങ്ങനെ വികാരത്തിലേക്ക്? കഹനത്തോ സഹജയ്ക്ക് പരന്തു അർത്ഥനഹിം. ഈ ബായി ബായി എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ഹിന്ദു ചീനി, ഹിന്ദു മുസ്ലിം, ബായി ബായി എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അർത്ഥം പോലും അറിയില്ല. ഭായി ബായി കാ അർത്ഥ ആത്മാ പർ ചലാ ജാത്ത. ബാബറിന് ബായി ബായി എന്നുള്ളത് ആത്മാവിലാണ് വെച്ചിരിക്കുന്നത്. ഭായി ബഹൻ കെ സംബന്ധമേ വികാർ की दृष्टि टकर सकती. ഭായി ബഹൻ ആ സംബന്ധത്തിലും വികാരത്തിന്റെ ദൃഷ്ടി പാടില്ല. ലൗകിക സംബന്ധം में भी नास्तिक संबंधी से अगर शादी करते हैं तो हाहाकार हो जाता है.
ലൗകികത്തിലാണെങ്കിലും അടുത്ത ബന്ധുക്കൾ തമ്മിൽ വിവാഹം നടക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമുണ്ടാകും. ബബ് സമച്ചാത്തെ തും സബ് ദേവി ദേവദാസോ ശ്രേഷ്ഠാചാരി ധേ ഒരു ഭ്രഷ്ടാചാരി ബൻ ഗയോ. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ എല്ലാവരും ദേവി ദേവതകൾ ശ്രേഷ്ഠാചാരികളായിരുന്നു, പിന്നീട് ഭ്രഷ്ടാചാരികളായതാണ്. അബ് ഫിർ ശ്രേഷ്ഠാചാരി ബൻ ഗയോ. ഇപ്പൊ നമ്മൾ വീണ്ടും ശ്രേഷ്ഠാചാരികൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. हम सो श्रेष्ठाचारी 16 कला थे, फिर 14 कला में आए, फिर भ्रष्टाचारी बनते बनते और ही तमो प्रधान भ्रष्टाचारी बन बने. ബാബ ചക്രം പെട്ടെന്ന് പറയാണ്, നമ്മൾ എല്ലാവരും ശ്രേഷ്ഠാചാരികളായിരുന്നു, 16 കലയായിരുന്നു, പിന്നെ 14 കലയായി, പിന്നെ ഭ്രഷ്ടാചാരികളായി, പിന്നെ അങ്ങനെ ആയി നമ്മൾ തമോ പ്രധാനം. ഇസ് ഗോലേഖെ ചിത്രമേമ്പി ക്ലിയർ ലിഖാ ഹുവാ. ഈ കാലചക്രത്തിന്റെ ചിത്രത്തിലെ വ്യക്തമായിട്ട് കാര്യങ്ങളുണ്ട്. വർണ്ണക്ക രൂപി ബനാത്തെ, വർണ്ണത്തിന്റെ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. പരന്തു ഉസ്മേ ഛോട്ടി ബ്രാഹ്മൺ നഹീം ബതാ. ഭക്തിയിലെ ഈ വർണ്ണത്തിന്റെ കാര്യത്തില് ബാബ പറയണു, ആ കുടുംബം ഏറ്റവും ഉയർന്ന ബ്രാഹ്മണരെ കാണിക്കുന്നില്ല. ന ശിവബാബ ന ബ്രാഹ്മണ ഹിതുക്കാർ. അവിടെ എല്ലാം വിഷ്ണുവിനാണ് പ്രാധാന്യം. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ വർണ്ണങ്ങളിൽ മുഴുവൻ ഓടുന്നത് വിഷ്ണുവാണ്. അപ്പൊ അതുകൊണ്ട് വിഷ്ണുവിന് പ്രാധാന്യം കൊടുത്ത് വിഷ്ണുവിനെ കാണിച്ചേക്കാണ്. ശിവനുമില്ല, ബ്രാഹ്മണരുമില്ല. ബാക്കി ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ദിക്കാത്തെ. അതിൽ പിന്നെ ദേവതകളുണ്ട്, ക്ഷത്രിയരുണ്ട്, വൈശ്യരുണ്ട്, ശൂദ്രരുണ്ട്. തും അബ് ജാൻഗയ ഹോക്കി ഹം ബാജോലി ഗേ. നമുക്കിപ്പോൾ മനസ്സിലായി, നമ്മൾ ഒരു കരണം മറിച്ചില്ലേ, ഇങ്ങനെ ഒരു തലകുത്തി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിഹം ബ്രാഹ്മൺസോ ഫിർ ദേവി ദേവത ബനേങ്കെ ഇസ്ലിയെ ദേവി ഗുൺ ധാരൺ കർണേ. നമ്മളിപ്പോൾ ബ്രാഹ്മണരിൽ നിന്നും ദേവീ ദേവതകളാവും. ദേവീ ദേവതകൾ ആകണമെങ്കിൽ നമ്മൾ ദൈവീക ഗുണങ്ങൾ ധാരണ ചെയ്യണം. അഭി വാപ്പിസ് ജാനാ ഹേ, ഇപ്പോൾ മടങ്ങി പോകണം. ഫിർ ഹമാരേ ലിയേ സാരി ദുനിയ സ്വർഗ ഹോ ജായി. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ദൈവീക ഗുണങ്ങൾ ധാരണ ചെയ്തവർക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ സ്വർഗമായിട്ട് മാറും. धरती को पानी मिल जाएगा, ऐसे ऐसे रात को अच्छी रीति विचार सागर मंथन करो तो दिन में बहुत मदद मिलेगी. ഈ ഭൂമിക്ക് വെള്ളം കിട്ടും, അതിന് ദാഹജലം കിട്ടും. ബാബ പറയുന്നു, രാത്രിയിൽ ഉണർന്നിരുന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പകല് നമുക്ക് നല്ല ഉത്സാഹം വരും. പകൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും കണ്ടമാനം ജോലികളുണ്ട്, എല്ലാവരും ക്ഷീണിക്കുകയാണ്. വീട്ടിലെ അമ്മമാര് പറയുന്നത് എല്ലാ അമ്മമാരും തന്നെ പണി ചെയ്ത് നാട്ടിൽ. കൊറോണ മാറിയപ്പോ ഒരു സമാധാനം, പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അല്ലെങ്കിൽ പണിയുടെ ഇതാണ്. പുരുഷന്മാർക്കും പണിയാണ്. ട്വിങ്കിൾ സിസ്റ്റർ പണിയല്ലേ, കണ്ടവാൻ ലോഡില്ലേ? ലോഡുണ്ടോ ട്വിങ്കിൾ സിസ്റ്റർ? ബാക്കിലിരിക്കാൻ എല്ലാവർക്കും ഓവർ വേണം. ബ്രഹ്മകുമാരിസിലാണെങ്കിലും പണി ചെയ്ത് എല്ലാവരും കുഴഞ്ഞിരിക്കുക. അപ്പൊ ബാബ പറയണം, രാത്രി മാറ്റി ചെയ്താൽ പകല് സഹായം. അഭി ഹം ജാത്തെ ഹേ സ്വീറ്റ് ഫാദർ കെ പാസ് ജിസ്കെ ലിയെ ഹംനെ ദർ ദർ ധക്കെ ഗായി. ഇപ്പൊ നമ്മള് നമ്മുടെ മധുരമായ അച്ഛന്റെ അടുത്തേക്ക് പോകാൻ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പാട്, എല്ലാ വാതിലുകളും കയറി. രാസ്ത കഹാം സെ ബി നഹീം മില. എവിടുന്ന് ഒരു വഴി കിട്ടിയില്ല. അഭിത്വം പുരുഷാർത്ഥ കരഹേഹോ വർഷപ്പാൻ. ഇപ്പോൾ നമുക്ക് വഴി കിട്ടി, പക്ഷെ ആ വഴി നമുക്ക് മനസ്സിലായി, ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി. ആ സമ്പത്ത് എടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാണ്. പരന്തു മായാബി ബഡി പ്രബൽ. വലിയൊരു നിധി ആയതുകൊണ്ട് ഭൂതങ്ങളുണ്ട്, കാവൽക്കാരുണ്ട്, ഭടന്മാരുണ്ട്, സർപ്പങ്ങളുണ്ട്, എല്ലാം കാവൽ നിർത്തിയിരിക്കുകയാണ്. ബാബറിനും മായ അതിപ്രബലം. ബഹുത്ത് ധോക്കാദേത്തി, വലിയ ചതികൾ സംഭവിക്കും. ചട്ട് കാൻസേ നാക്സേ പകടിലെത്തി. ബാബറിന് പെട്ടെന്നായിരിക്കും മൂക്കിനും കാതിനും കയറി പിടിക്കും. ഭ്രഷ്ടാചാരി ബൻപടുത്തി ഭ്രഷ്ടാചാരികളാവും. കാമക്കാ നശ ആ ജാത്താ ഹി കിസ്കെ നാമരൂപക്കെ പീछे ലട്ടു ഹോ ജാത്തെ ജൈസെ ആശിക മാശുക. കാമത്തിന്റെ ആ ലഹരി കയറും, നാമരൂപങ്ങളിൽ പോയി ഒട്ടിപ്പിടിച്ചു പോകും. അവർ പ്രീതമനുമായി മാറും. ബഹുത്ത് ധോക്കാത്തി, വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. ലോഭബി ഏകദം നാം ബദനാം കർദേ. ചിലർക്ക് ലോഭമാണ്, ധനം വേണം. അതും പേര് ചീത്തയാക്കും. ഏഹ് സബ് കുച്ച് ഹോത്താ ഹീ രഹത്താ. ഇതെല്ലാം നടക്കുക തന്നെ ചെയ്യും. കരുജ ഇത് 63 ജന്മങ്ങളിൽ നമ്മൾ ഈ വികാരങ്ങളിലായിരുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ കടന്നു പോകണം. നമുക്ക് എപ്പോഴും ബാബ പറയുന്നത് എന്താണ്? നമ്മുടെ കർമ്മക്കണക്ക്, സംസ്കാരങ്ങൾ, അതിനനുസരിച്ച് പ്രകൃതി സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത് അതിജീവിച്ചു പോകണം. ചിലപ്പോൾ വീണുപോകും. ബാബ പറയുന്നത് ചിലപ്പോൾ രക്ഷപ്പെടും. അപ്പൊ ഇന്നലെ നമ്മുടെ ഒരു സറണ്ടർ സിസ്റ്റർ വിവാഹമായിരുന്നു, ഇവിടെ അടുത്ത് തന്നെ. ഒരു സറണ്ടർ ബ്രദർ തന്നെ അല്ലെ, വീണ് പോകുന്നതാ. ചിലപ്പോൾ ഭാഗ്യത്തിന് രക്ഷപ്പെടും. അതൊക്കെ ഡ്രാമയിൽ ഉണ്ടാകുന്ന ബാബറില്ല, ആരുടെയും ദോഷമൊന്നും. പാർട്ടിൽ അങ്ങനെയാണ്, അത്രയും ഭാഗ്യമുള്ളൂ എന്നുള്ളത്. പക്ഷെ നമുക്കൊരു പ്രയാസമുണ്ട്, അപ്പൊ വീണങ്ങ് പോകുമ്പോൾ എന്നെ തിരിച്ചു കിട്ടത്തില്ല. തിരിച്ചു കിട്ടിയിട്ടും കാര്യമില്ല. അപ്പൊ ബാബ പറയാണ് ഇതെല്ലാം സംഭവിക്കും. ബാബ സമझाते बचपन योग में रहा. ബാബ പറയാണ് കുട്ടികളെ യോഗത്തിൽ തന്നെ. अच्छे जो योगी होते वह 4-5 दिन भोजन न भी खावे तो भी उनको चिंता नहीं होगा. നല്ല യോഗികളാണെങ്കിൽ 4-5 ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും ബാബർ ഒരു ചിന്ത ഉണ്ടാവില്ല, നല്ല സന്തോഷം ഉണ്ടാകും, അവസ്ഥ വളരെ നല്ലതാവും. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കും അല്ലെ. 4-5 ദിവസമൊക്കെ ആഹാരം കഴിക്കാണ്ടൊക്കെ ഇരുന്ന് നോക്കാം. ഹം ഏം രഹനെ ചാഹിയെ ഹം ഫുൾ പാസ് ഹോക്കർ ദിഖായി.
ഒരു ലക്ഷ്യമൊക്കെ വയ്ക്കണം, നമുക്ക് പൂർണ്ണമായും പാസ്സാകണം. കൽപ്പ കൽപ്പാന്തർ കി ബാജി, ഇത് കൽപ്പകൽപ്പങ്ങളുടെ ഒരു കാര്യമാണ്. അപ്പനെ ജാഞ്ച് കരണേഹെ ഹം ലക്ഷ്മി നാരായണക്കോ വരണേ അഥവാ രാജായി ലേനേക്ക് ലായക്. അവരവരെ നോക്കണം. നമ്മൾ ലക്ഷ്മി നാരായണനെ ഭരിക്കാൻ യോഗ്യരായോ, രാജ്യത്തിന് നമ്മൾ യോഗ്യരായോ? അപ്പൊ ഒരു 3-4 ദിവസമൊക്കെ ആഹാരം തീരെ കഴിക്കാതിരിക്കരുത്. ഇഷ്ടമില്ലാത്ത ആഹാരം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആഹാരം ഉപേക്ഷിക്കുക. ബാബ യജ്ഞത്തിന്റെ സമയത്ത് അങ്ങനെ ചെയ്യും. ഒരാഴ്ചയൊക്കെ എന്താണ്, ഒരു രുചിയില്ലാത്ത ആഹാരം, വെറും ഗോതമ്പുട്ട, മോരും, ചായയില്ല, കാപ്പിയില്ല, ഒന്നുമില്ല, വേവിച്ച ഗോതമ്പുണ്ട കൊടുക്കും, മോരും, ഒരാഴ്ച അത് തന്നെ കഴിച്ചു. പനിയാണെങ്കിലും അതൊക്കെ തന്നെ. അപ്പൊ എനിക്ക് അവിടെ ഭയങ്കര തണുപ്പ്, പനിക്ക് മോര് കഴിച്ചാൽ ബാബർ, നിങ്ങൾക്ക് ബാബയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കഴിച്ചു, അല്ലെ, ഒന്നും കൊടുക്കത്തില്ല, അല്ല. അത് കഴിഞ്ഞിട്ടാണ് ബാബ പുറത്തേക്ക് വിടുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിലും ഇപ്പോൾ ഉള്ളവരോട് പോയി കളയും. ഇപ്പൊ നമ്മളോട് ഇവിടെ പറയാണ്, നിങ്ങൾ 2 ദിവസം, ഇന്ന് മുതൽ 2 ദിവസത്തേക്ക് വേണ്ട. ചിലര് തന്നെത്താൻ ചെയ്തു. കോട്ടയത്ത് ഒരു ബായി ഉണ്ടെന്ന് പറയാം, കണ്ടിൽ പരിചയപ്പെട്ടില്ല. 14 ദിവസം ഒരു വർഷം പച്ചവെള്ളം മാത്രം കഴിയും. 1-2 ദിവസം ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ കുഴപ്പമില്ല. ഭക്തിമാർഗത്തിൽ അങ്ങനെ ബാബ പറയും, ബാലൻസ് ചെയ്ത് പോയാൽ മതി എന്ന് പറയുമെങ്കിൽ പോലും നമ്മൾ നമ്മളെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് ബാബ പറയും എപ്പോഴും നല്ലതാണ്. കരുതണമെങ്കിൽ ഏറ്റവും നമ്മളെ ചതിക്കുന്നത് നാവ് തന്നെ, ആഹാരമാണ് നമ്മൾ ഏറ്റവും ചതിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചായ കുടിക്കുന്നു, അവർ കുടിച്ചോ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചായ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. മധുവനിലാണെങ്കിൽ വെളുപ്പാങ്കാലം മുതൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ചിലർ അതിനെ ചുറ്റിപ്പറ്റി നടക്കും. ചായ, കാപ്പി, മധുരമുള്ളത്, മധുരമില്ലാത്തത് മിക്സ് ചെയ്ത് അത് കഴിച്ചോ 1500 രൂപ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ ചിലരുടെ അവിടെ. നമ്മുടെ ഇവിടെ വന്നൊരു ബായി ശരിക്കും പറഞ്ഞു കഴിച്ചോ. പക്ഷെ അവസാനം ചായ ഇട്ടില്ലെങ്കിൽ നമുക്ക് തലവേദന വരും. പറയാം അത് ചതിയോ. അവസാനം നമുക്ക് വിനാശ സമയത്ത് ചായ പറഞ്ഞില്ല, ഞാൻ കഞ്ഞോളം തരാന്ന് പറഞ്ഞു, ചായ തരാന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര തലവേദന. അപ്പൊ യോഗ ചെയ്യാൻ പറ്റും. അപ്പൊ പറയും ഇപ്പോഴേ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തി നോക്കണം. ചില ആഹാരം നമുക്ക് ഇഷ്ടമുണ്ടായി, കാരണം അവരെ ഇപ്പൊ നമുക്ക് വേറൊരാളോട് പറയാനോ നമുക്ക് തന്നെ ചെയ്യാനും പാടാണ്. പക്ഷെ ബാബ ചെയ്ത് നോക്കണം. ബാബ പറയണ കുട്ടികൾ അവരവരെ ഒന്ന് പരിശോധിച്ച് കുറവുകൾ ഇല്ലാണ്ടാകും. കുറവുകളൊന്നും ഒളിഞ്ഞിരിക്കത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ കണക്ഷൻ ശിവബാബയുമായിട്ടാണ്. കിസ്കോ ദൃഷ്ടി ദേങ്കെ ഉടാനെ കയറി, ആർക്കെങ്കിലും ബാബ ഒരു ദൃഷ്ടി കൊടുക്കുന്നവർ ഉയർത്തിയെടുക്കാൻ ബാബ ബഹുത്ത് മദത് കർ. ബാബ കുട്ടികളെ വളരെയധികം സഹായിക്കുന്നു. ബ്രഹ്മകുമാരിയാ കാത്തി യഹ് ഹംനെ ഐസി അച്ചി മുരളി ചലാൻ യഹ് അഹങ്കാർ അവസ്ഥക്ക് ഉത്തരാതെ. ബ്രഹ്മകുമാരിമാര് പറയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, അല്ലെ, ഞങ്ങൾ നന്നായിട്ട് മുരളി വായിച്ചു. അവർ അഹങ്കാരമാണ്, അഹങ്കാരം നശിപ്പിച്ചു കളയും, വീഴ്ത്തി കളയും. ജോ അച്ഛ ബെച്ച് വഹ് സമച്ചത്തെ ബാബാക്കി മദത്. എന്നാൽ വിനയമുള്ള നല്ല കുട്ടികൾ എന്ന് പറയും ഭഗവാന്റെ സഹായം കൊണ്ട്, ബാബയുടെ സഹായം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. ബാബയുടെയും പരിവാരത്തിന്റെയും സഹായം എടുത്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അഹങ്കാരമില്ലെങ്കിൽ, നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരോടും വിളിച്ചിരുത്തി ആലോചിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പം. എനിക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ നടത്തിക്കൊള്ളാം. ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല, അവരെ വിട്ടുകളാം, കാര്യം നടക്കണോ. പക്ഷെ വിളിക്കാതിരിക്കരുത്, അറിഞ്ഞില്ല എന്ന് പറയും. ബാബ പറയണു, ബാബ എപ്പോഴെന്താ പറഞ്ഞത്, എനിക്കിഷ്ടം ഗ്രൂപ്പ് ഡാൻസ് ആണ്, എല്ലാവരും കൂടി ചേർന്ന്. നിനക്ക് വേണമെങ്കിൽ ശേഷനാകാൻ പറ്റും. ശേഷന്റെ പ്രത്യേകത എന്താ? അയാള് ഞാൻ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവസാനം അയാള് പ്രസിഡന്റ് ആകാൻ വേണ്ടി കാല് പിടിക്കാൻ പറ്റും. പക്ഷെ അയാളെ പ്രസിഡന്റ് ആക്കിയാൽ അവർക്ക് മനസ്സിലായി ഇയാളെ ആക്കിയാൽ പിന്നെ നമ്മുടെ പണി തീരും. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു, അല്ലെ. അപ്പൊ ബാബ പറയാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ എല്ലാ കാര്യം, പക്ഷെ എല്ലാവരും കൂടി ചെയ്യും. പിന്നെ ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. അപ്പൊ ബാബ പറയാണ് അവസ്ഥ വീടുകളെ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ബാബയുടെ സഹായം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കയ്യോമേ മായ പ്രവേശ് ഹോനേസെ ഗിർ പടുത്തെ ഇസ്മേം പൂര ആത്മാഭിമാനി ബനന. മായ പ്രവേശിക്കുമ്പോൾ വീണു പോകും. ബാബ പറയണു പൂർണ്ണമായ ആത്മാഭിമാനി സ്ഥിതി വേണം. ദേഹമേ ദൃഷ്ടി നഹിയും ജാനിച്ചു. ഏറ്റവും വലിയ നിയമമാണ് ദേഹത്തിലേക്ക് ഒരു കണ്ണ് പോകരുത്. ബാബ ശിക്ഷ ദേത്തെ രഹത്തെ സുധാർത്തെ ജാവും. ബാബ പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും പരിവർത്തനപ്പെടാൻ. മായക്ക ധോക്ക മത് ഖാവോ രഹിത്വ പത് ഗംബാദേങ്കി. മായയുടെ ചതി പറ്റാതിരിക്കണം, അല്ലെങ്കിൽ പദവി പോകും. ഉസ് പതി കോ ഭി തും കിത്തന യാദ് കർത്തെ ഹോ और यह पदियों का पति जो तुम्हें अमृत पिलाते कवड़ी से हीरा बनाते उनको याद नहीं कर. ബാബ ഒരു പരിഭവം പറയാണ്, ആ പതിയെ നിങ്ങൾ, അതായത് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എത്ര ഓർമ്മിക്കുന്നു, എന്നാൽ അമൃത് കുടിപ്പിക്കുന്ന പതിമാരുടെയും പതിയായി എന്നെ നിങ്ങൾ ഓർമ്മിക്കുന്ന പോലും. ഐസെ ബാബുക്കോ തോ കിത്തന യാദ് കർണാ ചാഹിയെ. അങ്ങനെയുള്ള ബാബയെ എത്ര ഓർമ്മിക്കേണ്ടതാണ്. ശ്രീമത്ത് പർ പുരുഷാർത്ഥ കിയാ ജാത്ത. ബാബ പറഞ്ഞു ശ്രീമത്തിലൂടെ ബാബ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കാം. കൊയ് ബി ബാത് ഹോ തോ പൂച്ഛനാ ചാഹിയെ ബാബ മേരെ മേ ക്യാ അവഗുണം. ഏത് കാര്യം വേണമെങ്കിലും ബാബയോട് ചോദിക്കും, ബാബ എന്നിൽ എന്താണ് അവഗുണം. ദേഹ കാ ബൻ തോടിന. ബാബ ദേഹബോധം പൊട്ടിക്കണം. ജോ പൂരാ ബലി ചടുത്തെ ഉൻകോ 21 ജന്മം കാ വർഷ മിൽത്ത. പൂർണ്ണമായും ബലിയിടുന്നവർക്ക് 21 ജന്മത്തെ സമ്പത്ത് കിട്ടും. പൂരാ ബലി ചടനേക്കാ മതലബ് ഹി ഉസ്കി തരഫ് ബുദ്ധി രഹി. പൂർണ്ണമായ ബലി എന്ന് പറഞ്ഞാൽ ബാബ മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നും എന്റെ ഇല്ല. അപ്പോൾ ബാബയിലേക്ക് തന്നെ മനസ്സ് പോകും.
ബച്ചെ ആദി ജോ ബി കുച്ച് ഹെ ഉൻസെ ബി ബുദ്ധി ചട്ട് ജാനി ചാഹി. ബാബറിന് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, കുട്ടികളും ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ബുദ്ധി മാറണം. ബാബ കഥെ ഉസ്കെ ബദലെ മേൻ തുമക്കോ വഹാം സബ് കുച്ച് നയാ മിലേഗ. ബാബ പറയാണ് ഇതിന് പകരമായിട്ട് അവിടെ എല്ലാം ഞാൻ നിനക്ക് പുതിയത് തരാം. കാത്തേ ഹെ ഭഗവാൻ കി കൃപാസെ ബച്ചാമില്ല. പറയാറുണ്ട് ഭഗവാന്റെ കൃപ കൊണ്ടാണ് എനിക്ക് കുട്ടി ഉണ്ടായത്. അപ്പൊ ഭഗവാൻ കുത് കാത്തെ വഹി കൃപാത്തോ അല്പകാലം. ഇപ്പോൾ സ്വയം ഭഗവാൻ വന്നിട്ട് പറയാണ് അത് അല്പകാല കൃപയാണ്, ആ കൃപ അങ്ങ് വേണ്ടാന്ന് വരും. അപ്പൊ തുമാരെ പർ ബഹുത്ത് കൃപ കരേ. അപ്പൊ ഞാൻ നിന്നിൽ വളരെയധികം കൃപ ചെയ്യാം. തുമക്കോ കൗഡീസെ ഹീരെ ജൈസ ബനാ ദേങ്കി. നിന്നെ ഞാൻ കക്കയിൽ നിന്നും വൈരമാക്കും. ഗൃഹസ്ഥ വ്യവഹാരമേ രഹത്തെ യഹ് സബ് കുച്ച് ബാബ് കാ സമझो. കുടുംബജീവിതം വിട്ടിട്ട് ഞാൻ എല്ലാം മറക്കണമെന്ന് പറയുന്ന കാര്യം, ഇതിലെല്ലാം ഇരുന്നു കൊണ്ട് ബാബ പറയാണ് ഇതെല്ലാം ബാബയുടേതെന്ന് വിചാരിച്ചാൽ മതി. കഥം കദംബർ റായിലെത്തി. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ബാബയോട് അല്ലെങ്കിൽ എഴുതി ചോദിച്ചോ മുരളിയിൽ കൂടെ എങ്ങനെയാലും നമ്മൾ ആൻസർ നേടിക്കൊള്ളണം. ബാബ ഹി റായ് ദേങ്കി. ബാബ തന്നെ ഉപദേശിക്കും. കൊയ് ഉൾട്ടാക്കാം നഹീം കർണേ ദേങ്കി. ബാബ തലതിരിഞ്ഞ കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. വികാരിക്കോ നഹി ദേനെ ദേങ്കി. വികാരികൾക്ക് കൊടുക്കാനും ബാബ സമ്മതിക്കില്ല. അവിനാശി സർജൻസെ കുച്ച് പിച്ച് പോകാനും. അവിനാശി സർജനോട് ബാബയോട് നമ്മളൊന്നും മറക്കരുത്. കഥം കദംബർ പൂച്ചനായി. ഓരോ ചുവടിലും നമ്മൾ ചോദിക്കണം. ബഹുത്ത് ബച്ചെ പൂച്ചത്തെ ബിഹെ ലിഖത്തെ ബിഹെ ബാബ യഹ് വികാർ സദാത്തെ. ധാരാളം കുട്ടികൾ ബാബയോട് ചോദിക്കുന്നുണ്ട്, ബാബയ്ക്ക് എഴുതുന്നുണ്ട്, ബാബ ഈ വികാരം എന്നെ കഷ്ടപ്പെടുത്തുന്നു. കൊയ്ത്തോ കാലാമുഹ് കർക്കേ ബി ബദാത്തെ. ചിലരാണെങ്കിൽ വികാരത്തിൽ പോയിട്ട് പോലും പറയുന്നില്ല. ചിപ്പാത്തെ രഹേങ്കേത്തോ ആർഹി കാലേ ഹോത്തെ ജായെങ്കിൽ. ബാബ പറയണു നീ ഇതെല്ലാം ഒളിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നീ നശിച്ചു പോകും. അച്ഛ മീട്ടെ മീട്ടെ സിക്കിലിദേ ബച്ചോം പ്രതി माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ പൂർണ്ണമായും പാസ്സാകുന്നതിന് വേണ്ടി എന്തെല്ലാം കുറവുകളുണ്ട്, വികാരത്തിന്റെ അംശമുണ്ട്, അതെല്ലാം ഇല്ലാതെയാണ്. പൂർണ്ണമായും പാസ്സാകുന്നതിന് വേണ്ടി എന്തെല്ലാം കുറവുകളുണ്ട്, വികാരത്തിന്റെ അംശങ്ങളുണ്ട്, അതെല്ലാം ഇല്ലാതെയാകും. ഒരു കാര്യത്തിലും അഹങ്കരിക്കും, ഒരു കാര്യത്തിലും അഹങ്കരിക്കും. ദൃഷ്ടി ബഹുത് പവിത്ര ശുദ്ധ ബന. ദൃഷ്ടി വളരെ പവിത്രവും ശുദ്ധവുമാണ്. ദൃഷ്ടി വളരെ പവിത്രവും ശുദ്ധവുമാണ്. कभी भी किसी देहदारी के पीछे रखना नहीं पूरा आत्माभिमानी. ഒരിക്കലും ഒരു ദേഹധാരിയുടെ പുറകിൽ ഒട്ടിപ്പോകരുത്. ഒരിക്കലും ഒരു ദേഹധാരിയുടെ പുറകിൽ ഒട്ടിപ്പോകരുത്. പൂർണ്ണമായും ആത്മ അഭിമാനിയായി മാറും. പൂർണ്ണമായും ആത്മ അഭിമാനിയായി മാറും. വരദാനം. ഇന്നലെ ബാബ എന്താ വരദാനത്തിൽ പറഞ്ഞു? ലൈല സിസ്റ്റർ ഓർമ്മയുണ്ടോ? ഇന്നലെ എന്ത് പറഞ്ഞു? ജീവിതത്തില് എന്ത് വേണ്ടെന്ന് ബാബ പറഞ്ഞു? എന്ത്, എന്തുകൊണ്ട്, അങ്ങനെ ഇങ്ങനെ, അങ്ങനെ ഇങ്ങനെ, ഈ വക ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പ്രശ്നത്തിൽ പോകണ്ട. എന്ത്, എന്തുകൊണ്ട്, അങ്ങനെ. ഇന്നത്തെ വരദാനം അത് തന്നെ ബാബ വേറൊരു രീതിയിൽ പറഞ്ഞു തരാണ്. സൈലൻസ് की शक्ति से बुराई को अच्छाई में बदलने वाले शुभ भावना संपन्न. സൈലൻസിന്റെ ശക്തിയിലൂടെ മോശമായതിനെ നല്ലതിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന ശുഭഭാവന സമ്പന്നരായി ഭവിക്കും. സൈലൻസിന്റെ ശക്തിയിലൂടെ മോശമായതിനെ നല്ലതിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന ശുഭഭാവന സമ്പന്നരായി ഭവിക്കും. നല്ലത് വരുമ്പോൾ എന്തുണ്ടാവില്ല? ചോദ്യങ്ങൾ ഉണ്ടാവില്ല. എന്ത്, എന്തുകൊണ്ട്, അങ്ങനെ ഇങ്ങനെ, ഇതൊക്കെ നെഗറ്റീവിലെ ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അവരങ്ങനെ കാണിച്ചു, എന്താണ് അവരങ്ങനെ പറഞ്ഞതിന്റെ കാരണം, അല്ലെ? അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. ഇതൊക്കെ നെഗറ്റീവിലും. അപ്പൊ ബാബ പറയണു ആ നെഗറ്റീവിനെ മൗനത്തിന്റെ ശക്തിയിൽ അല്ലെങ്കിൽ യോഗത്തിന്റെ ശക്തിയിൽ കൂടി അല്ലെങ്കിൽ മനനത്തിന്റെ ശക്തിയിലൂടെ നല്ലതാക്കി കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് വരട്ടെ, കണ്ടമാനം വരട്ടെ, അത് ഭാഗ്യം കൊണ്ട് വരുന്നതാണ്. കാരണം നെഗറ്റീവില് നമുക്ക് വിജയം ഉണ്ടാവും. തോറ്റോ ജയിച്ചോ എന്നുള്ളത്, നമ്മളൊരു കാല് തട്ടി വീണു. കാല് തട്ടി വീഴുമ്പോ നമ്മള്
അയ്യോ എന്നാണോ പറഞ്ഞത് ബാബ എന്നാണോ പറഞ്ഞത്? ഞാൻ നാളെ ഒരു ഗട്ടറിൽ വീണു. ഒരു നമ്മളൊരു സേവയുടെ ഇടയിലാണ്, ഒരു പോസ്റ്ററൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയായി. ഒന്ന് അപ്പുറത്തേക്ക് എഴുന്നേറ്റ് പോയപ്പോൾ അവിടെ ഒരു കാണ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാണയിലേക്ക് വീണുപോയി, കാല് ഒടിഞ്ഞു. അപ്പൊ സന്തോഷ് ഭായി വേറൊരു ഭായിനെ പൊടിച്ചു പോയി. അപ്പൊ കഴിഞ്ഞ് സന്തോഷ് ഭായി ചോദിച്ചു, ഭായി വീണപ്പോ ബാബ എന്നാണ് വിളിച്ചത്? ബാബയുടെ ഓർമ്മ, സത്യം പറയുക ഭായി, ബാബയുടെ ഓർമ്മയുണ്ടായി. അപ്പൊ നമ്മൾ വീഴുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. 1-2 പ്രാവശ്യം ഓർമ്മയില്ലെങ്കിലും ആ ചോദ്യത്തിൽ നമുക്ക് പഠിച്ചു, ഓർമ്മ വന്നിട്ടല്ലോ സംഭവിക്കും. അപ്പൊ പരാജയപ്പെട്ടു പോയി. അപ്പൊ നെഗറ്റീവിന് പോസിറ്റീവാണ്. അപ്പൊ അതിന്റെ വിശദീകരണം ബാബ പറഞ്ഞു, സയൻസിന്റെ സാധനങ്ങള് മോശമായ സാധനങ്ങളെ നല്ലതാക്കി പരിവർത്തനം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കച്ചവടം ഇതാ, ആക്രി. അപ്പൊ ഈ ആക്രിയൊക്കെ പറക്കെടുത്തിട്ട് അതിൽ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് അടിച്ച് കലക്കി തിരിച്ച് ഇവിടെ കൊണ്ടുപോയി പ്ലാസ്റ്റിക് ഡബ്ബയൊക്കെ ആക്കി നമുക്ക് തരും. അപ്പൊ ബാബ പറഞ്ഞു, സയൻസിന്റെ സാധനങ്ങള് മോശമായതിനെ നല്ലതാക്കി പരിവർത്തനപ്പെടുത്തി. ഐസെ ആപ്പ് साइलेंस की शक्ति से बुरी बात व बुरे संबंध को बुराई से अच्छाई में परिवर्तन कर. അപ്രകാരം ബാബ തന്റെ കുട്ടികളോട് പറയാണ്, നിങ്ങള് സൈലൻസിന്റെ ശക്തി, അവരുടേത് സയൻസിന്റെ ശക്തി, സൈലൻസിന്റെ ശക്തിയിലൂടെ മോശമായ കാര്യങ്ങളെ, മോശമായ ബന്ധങ്ങളെ, മോശമായ കാര്യങ്ങളെ, മോശമായ ബന്ധങ്ങളെ മോശമായതിൽ നിന്നും നല്ലതിലേക്ക് പരിവർത്തനപ്പെടുത്തും. മോശമായതിൽ നിന്നും നല്ലതിലേക്ക് പരിവർത്തനപ്പെടുത്തും. ऐसे शुभ भावना संपन्न बन जाओ जो आपके श्रेष्ठ संकल्प से अन्य आत्माएं भी बुराई को बदल अच्छाई धारण. അത്രയും ശുഭഭാവന സമ്പന്നരാകും. എന്ത് നടന്നു സെക്കൻഡിൽ നല്ലത് നടന്നു. നെഗറ്റീവായിട്ടല്ലേ പ്രതികരിച്ചു. ബാബ പറഞ്ഞു, അത്രയും ശുഭഭാവന സമ്പന്നരായി മാറണം. നമ്മുടെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ അന്യ ആത്മാക്കളുടെ മോശം പോലും നല്ലതിൽ, മോശം കളഞ്ഞിട്ട് അവർ നല്ലത് ധാരിച്ചു. नॉलेजफुल के हिसाब से राइट रॉन्ग को जानना अलग बात है, लेकिन स्वयं में बुराई को बुराई के रूप में धारण करना गलत है. इसलिए बुराई को देखते जानते भी उसे अच्छाई में बदल. അറിവിന്റെ കണക്കിലെ നല്ലതും ചീത്തയും തിരിച്ചറിയുന്നത് ഒരു കാര്യമാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയണം. പറഞ്ഞു, അത് അറിവ് കൊണ്ട് നല്ലതും ചീത്തയും നമ്മൾ തിരിച്ചറിയണം, അതൊരു കാര്യമാണ്. എന്നാൽ ആ മോശമായതിനെ തന്നിൽ മോശമായിട്ട് ധാരണ ചെയ്യും. എന്നാൽ ആ മോശമായതിനെ നമ്മൾ മോശമായിട്ട് എടുക്കൽ. അതുകൊണ്ട് മോശമായത് കണ്ടും മോശമായത് മനസ്സിലാക്കി അതിനെ നല്ലതാക്കി മാറ്റും. അതുകൊണ്ട് മോശമായത് കണ്ടും മോശമായത് മനസ്സിലാക്കിയിട്ടും അതിനെ നല്ലതാക്കി മാറ്റും. പാടാണ്. പവറിൻ ട്രാൻസ്ഫോമർ ആയിരിക്കും. പ്രയോഗിച്ച് നമുക്ക് വരും. നമ്മുടെ ഈഗോ എല്ലായിടത്തുള്ളത് ബുദ്ധിമുട്ടാണ്. മാനാപമാനങ്ങൾ എന്ന് ബാബിത പറയും അല്ലെ? മാനാപമാനങ്ങള്, നിന്ദാസ്തുതികള്, തിരസ്കാരങ്ങള്, ഇതെല്ലാം നെഗറ്റീവാണ്. പവറിയും അതിനെങ്ങനെയും നമ്മൾ പോസിറ്റീവാക്കി തെറ്റാണെന്നറിയാം, തെറ്റാണ് കാണിച്ചതെന്നറിയാം. പവറിന് തെറ്റ് കാണിച്ചത് നമ്മൾ എന്തോ പഠിപ്പിക്കാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ ഡ്രാമ അവരെ നിമിത്തമാക്കിയത്. ഈ ഗുരു നിത്യേതിനെതിരെ പറഞ്ഞു, അദ്ദേഹം ഊട്ടിയിലാണല്ലോ, അദ്ദേഹം ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നു. അപ്പൊ അതിൽ കൂടെ പോയപ്പോ ഒരാള് പുള്ളിയെ കണ്ടമാനം തെറി പറഞ്ഞു, എല്ലാവരെയും മുമ്പിൽ വെച്ച്. പുള്ളിയോട് ഞാൻ വേർത്ത് പോയി. പിന്നെ ആശ്രമത്തിൽ ചെന്ന് ചിന്തിച്ചു. അപ്പൊ അവർ നല്ല മനനം ചെയ്തു. അപ്പൊ എന്നിൽ എന്തോ ഒരു ദേഹാഹങ്കാരം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പുള്ളി തിരിച്ചു പോയിട്ട് ആ ആളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്നോട് വലിയൊരു ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹം പറയാണ്, അത് എന്നിൽ എന്തോ ഒരു മാറ്റം ഉണ്ടാക്കി. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഈശ്വരൻ നൽകിയത് വലിയ ഒരു കാര്യമായി. അപ്പൊ നമുക്ക് എപ്പോഴും ബാബ പറയാണ്, ഏത് നെഗറ്റീവിലും ഒരു പോസിറ്റീവ് ഉണ്ട്, പോസിറ്റീവായിട്ട് എടുക്കാവും. സ്ലോഗൻ സഹനശീലത കാ ഗുൺ ധാരൺ കരോ തോ കഠോർ സംസ്കാർ ഭി ശീതൾ ഹോ ജായേ. അതിനാവശ്യമായ ഒരു ഗുണം പറയാണ്, സഹനശീലത എന്ന ഗുണം ധാരണ ചെയ്യുമെങ്കിൽ കടുത്ത സംസ്കാരങ്ങൾ പോലും ശീതളമായി മാറും.
കഠോരത എന്ന സഹനശീലത എന്ന ഗുണം ധാരണ ചെയ്യുമെങ്കിൽ കഠോര സംസ്കാരങ്ങൾ പോലും ശീതളമായി മാറും. അതായത് അത്രയും നമ്മളോട് കാണിക്കുമ്പോഴും ബാബ പറയാണ് അത് നമ്മൾ വിട്ട് കളയേണ്ടി വരും. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ക്രിസ്തുവിനോട് ചോദിച്ചു. 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. അല്ല, 7 അല്ല, 70 വട്ടം ക്ഷമിക്കണം. അപ്പൊ ദൈവം പറയുന്നത് എന്താണ്? അവസാനം വരെ ക്ഷമിച്ചത്. എത്രത്തോളം കണക്കുകൾ കിടപ്പുണ്ടോ അത്രത്തോളം നമ്മുടെ നേരെ പ്രശ്നങ്ങൾ പോകും. അവർ അത് ക്ഷമിച്ച് പോകണം. അപ്പൊ ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ തന്റെ അവസ്ഥ നല്ലതാക്കണമെങ്കിൽ ആദ്യ വെളുപ്പിനെ ഉണർന്ന് ഏകാന്തതയിലിരുന്ന് വിചാരം ചെയ്യണം, നമ്മുടെ ആത്മാക്കളാണ്, ഇപ്പോൾ മടങ്ങി പോകണം, നാടകം കഴിഞ്ഞു. പൂർണ്ണമായും ബലിയിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബാബ പറയാണ് പൂർണ്ണമായും ബലിയിടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരാളുടെ ഓർമ്മയിലിരിക്കുക. മക്കളുടെയോ മറ്റ് ദേഹധാരികളുടെയോ ആരുടെയും ഓർമ്മ വരും. ദേഹബോധമേ ഇല്ലാതെയാണ്. ഇപ്രകാരം പൂർണ്ണമായി ബലിയിടുന്നവരാണ് 21 ജന്മത്തേക്ക് ബാബയിൽ നിന്ന് സമ്പത്ത് കിട്ടുന്നത്. പരസ്പരം നാമരൂപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ ബാബയുടെയും പേര് ചീത്തയാക്കും, അവരുടെയും പേര് ചീത്തയാക്കും. ബാബ എന്ത് കൃപയാണ് കുട്ടികളോട് ചെയ്യും? ഈ കക്കയിൽ നിന്നും അല്ലെങ്കിൽ കരിക്കട്ടയിൽ നിന്നും കുട്ടികളെ വൈരമാക്കി മാറ്റും. അതാണ് ബാബ ചെയ്യുന്ന കൃപ. ഏത് കുട്ടികളാണോ ഓരോ ചുവടിലും ബാബയുടെ ഉപദേശം തേടുന്നത്, ബാബയിൽ നിന്നും ഒന്നും ഒളിക്കാത്തത്, അവര് താനേ കൃപയുള്ളവരായി. ബാബ പ്രത്യേകിച്ച് കൃപ കാണിക്കേണ്ട, പകരം നമ്മൾ നമ്മളോട് കൃപ കാണിക്കണം. അപ്പോൾ ബാബയുടെ കൃപ. പിന്നെ ബാബ എന്താണ് പറഞ്ഞത്? ഈ പാട്ട് പലതുണ്ട്, ഇതാരാണ് കളി രചിച്ചത്? ബാബ ആർക്കും ഇതിന്റെ ഒന്നും അർത്ഥം അറിയില്ല. ഡ്രാമ അനുസരിച്ച് എഴുതിയത് മാത്രമാണ്. സത്യവും ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല. പിന്നെ സത്യവും ഇങ്ങനെ പോയി, എന്ത് കാരണം കൊണ്ട് പോയി, ഇതൊന്നും അറിയില്ല. ആളുകളിൽ പറയാണ് അവിടെ വികാരം കുറവായിരിക്കും, പക്ഷെ വികാരം ഇല്ലാതെ അവർക്ക് അറിയാൻ പാടില്ല. അവിടെ സമ്പൂർണ്ണ നിർവികാരി രാജ്യമാണ്, രാവണനെ ഇല്ല. ഇതറിയാത്ത സന്യാസികൾ ഗൃഹസ്ഥരോട് പറയും നിങ്ങൾ മാസത്തിലൊരിക്കലും വർഷത്തിലൊരിക്കലൊക്കെ വികാരത്തിൽ പോകാം. പക്ഷെ ബാബ പറയാണ്, ഞാൻ തീർത്ത് പറയാണ്, കാമം മഹാശബ്ദം, കാമവികാരത്തിലേക്ക് പോകരുത്, സമ്പൂർണ്ണ നിർവികാരിയായിട്ട് മാറണം. ഈ ലോകത്ത് ബാബ പറയാണ് ദുഃഖങ്ങളാണ്, ദ്വാപരം മുതലാണ് ദുഃഖങ്ങൾ ആരംഭിച്ചത്. അതിന് കാരണം ബാബ പറയാണ് ഈ 5 വികാരങ്ങൾ തന്നെ. ഇതാണ് രാവണൻ. ഈ രാവണൻ എന്ത് സാധനം എന്നൊന്നും ആർക്കും അറിയില്ല. ഈ സംഗമത്തിലായിരിക്കും ബാബ വരുന്നത്. അപ്പോൾ ഒരു വിനാശം നടക്കും. അത് എന്തിനു വേണ്ടിയാണ്? അതും ആർക്കും അറിയില്ല. ബാബ പറയുന്നു സ്വർഗം സ്ഥാപിക്കപ്പെടണമെങ്കിൽ നരകത്തിന്റെ വിനാശം നടക്കും. ബാബ ബ്രഹ്മാവിനെ ആദ്യം രചിച്ചു. സ്ത്രീ ഇല്ലാണ്ട് രചന നടക്കില്ല. ബ്രഹ്മാവിനെ രചിച്ച് ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണരെ രചിച്ച് ബ്രാഹ്മണരിലൂടെ സൃഷ്ടിയെ പുതിയതാക്കി അവർക്ക് രാജ്യാധികാരം കൊടുക്കും. ബാബ പറയാണ് ഞാൻ എത്രയോ നിങ്ങൾക്ക് അധികാരവും സമ്പത്തും നൽകിയില്ല, അതെല്ലാം പോയി. അതിന്റെ ചക്രമാണ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നത്, 84 ജന്മത്തിന്റെ ചക്രം. ആ ചക്രം പൂർത്തിയാകുമ്പോൾ ബാബ വരും. ബാബ 5000 വർഷം കൂടുമ്പോൾ ഞാൻ വരും. 5000 വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധവും നടന്നതാണ്. പേപ്പറിലും വരുന്നുണ്ട് എന്തോ 5 വർഷത്തിനുള്ളിൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും. പക്ഷെ എന്ത് സംഭവിക്കുന്ന ആർക്കും അറിയില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ബാബ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 5000 വർഷത്തിൽ 5 വർണ്ണങ്ങളുണ്ട്. 4 വർണ്ണങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്. അതിൽ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. ബാബ പൂർണ്ണമായിട്ട് നമുക്ക് കാര്യം പറയാണ് 84 ജന്മങ്ങൾ. ഈ 84 ജന്മങ്ങളുടെ അവസാനം ആത്മാവിനെ തിരിച്ചു പോകണം. അപ്പൊ ഈ ജന്മങ്ങൾ ഇങ്ങനെ മാറി മാറി എടുത്തു എന്ന് അറിയുമ്പോൾ ഒരു കുട്ടിക്കരണം മറിച്ചില്ല. ബാബർ അപ്പൊ തന്നെ ആത്മാവ് ഡിറ്റാച്ച് ആണ്. ഈ ദേഹത്തിൽ നിന്നും എല്ലാ കൽപ്പത്തിലും പോയിട്ടുണ്ട്. ബാബറിനും ഏകാന്തതയിലിരുന്ന് മനനം ചെയ്യും. ഞാൻ ആത്മാവാണ്, ഞാൻ ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു, എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. കൂട്ടിക്കൊണ്ടുപോകാൻ ബാബ വന്നിട്ടുണ്ട്. ഇത് നിരന്തരം അഭ്യസിക്കാൻ ബാബ പറയുന്നത്. ഇത് ഉറപ്പിക്കാൻ പാടാണ്. ഇത് ഉറപ്പിക്കണം. ബാബർ നമ്മൾ ആത്മാവാണെന്നും മടങ്ങിപ്പോകേണ്ട സമയമായെന്നും പുതിയ ലോകം വരേണ്ട സമയമായി എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിക്കണം. ബാബ പറയാണ് എനിക്ക് ഈ സമയത്ത് എന്റെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്ക് തരണം. അത് എനിക്ക് നൽകിയെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ദേഹസഹിതമെല്ലാം തന്നെ. അപ്പൊ ബാബ പറഞ്ഞു സ്വന്തം ദേഹത്തെക്കുറിച്ച്, ഭാവിയെ കുറിച്ച് ചിന്തിക്കണം, ബന്ധുമിത്രാദികളെ കുറിച്ച് ചിന്തിക്കണം. ഗൃഹസ്ഥത്തിൽ ഇരിക്കാനും കർമ്മം ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാം ചെയ്യും. പക്ഷെ ബാബ പറയണം ഒന്നും മനസ്സിൽ വരാൻ പാടില്ല. അല്ല, കണക്കുകളൊന്നും മനസ്സിൽ വരാൻ പാടില്ല. രാത്രിയിൽ, പകല് പണിയുണ്ട്, രാത്രി എഴുന്നേറ്റ് മനനം ചെയ്യണം. അപ്പൊ ബാബ പറയണു അതിന്റെ സഹായം പകലുള്ള നമ്മുടെ ഓരോരോ കാര്യങ്ങളിലും 16 കല ശ്രേഷ്ഠാചാരികളായിരുന്നവർ 14 കലയിലേക്ക് പോയി. പിന്നെ ഭ്രഷ്ടാചാരികളായി. പിന്നെ താണ് തീരെ പോയി. ബാബ പറയണു ദേവതാ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും തന്നെ അറിയില്ല. ഈ സമയത്ത് ബാബ വന്നിട്ട് വീണ്ടും ഇതിനെ മാറ്റി ചെയ്യുന്നത്. ബാബ പറയണ അവരവരൊന്ന് പരീക്ഷിച്ച് നോക്കണം. എന്തെങ്കിലും വികാരത്തിന്റെ അംശങ്ങളുണ്ടോ, കുറവുകളുണ്ടോ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം. ദൃഷ്ടി അത്രയും ശുദ്ധമായിരിക്കണം, പവിത്രമാകണം. ആഹാരത്തിനോട് ആസക്തി പാടില്ല, ലോഭം ഉണ്ടാകരുത്. ഒരു 3-4 ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പം വരില്ല. അവർ നല്ല സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. അവർ ഇതൊക്കെ സ്വയം ഒന്ന് പരീക്ഷിച്ച് നമ്മളെ തന്നെ മാറ്റിയെടുക്കണം. എന്തുകൊണ്ടെന്നാൽ ഇത് കൽപ്പകൽപ്പങ്ങളിലെ കാര്യമാണ്. ബാബ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയാനാണ് പറയുന്നത്. ഓരോ ചുവടിലും പക്ഷെ വീട്ടിൽ എന്ത് ചെയ്യുമ്പോഴും ബാബ പറയണം എനിക്ക് സമർപ്പിച്ചെങ്കിൽ എന്നോട് അഭിപ്രായം ചോദിക്കണം.
ഞാൻ പറയുന്നത് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാവൂ. ബാബ പറയാണ് ഏത് കാര്യങ്ങളും ബാബയുടെ കുട്ടികൾ പറയുന്നതാണ്. പൂർണ്ണമായും പാസ്സാകണമെങ്കിൽ അംശമാത്രം വികാരങ്ങൾ ഇല്ലാതാക്കണം. ഒരു കാര്യത്തിലും ബാബ പറയണ അഹങ്കരിക്കരുത്. ഞാൻ നന്നായിട്ട് മുരളി എടുത്തു, ഞാൻ നന്നായിട്ട് ക്ലാസ് എടുത്തു, ബാബ പറഞ്ഞു ഇതൊക്കെ എന്റെ സഹായം കൊണ്ട് അല്ലെങ്കിൽ ഡ്രാമയിലുകൊണ്ട് നടക്കുന്നതാണ്, അതല്ലാണ്ട് നിന്റെ കഴിവുകൊണ്ടൊന്നുമല്ല. അങ്ങനെയുള്ള അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ വീണു പോകാം. ദൃഷ്ടി വളരെ ശുദ്ധമായിരിക്കണം. ഒരിക്കലും ദേഹധാരികളുടെ പുറകെ കൂടി പോകരുത്. പിന്നെ വരദാനത്തിൽ ബാബ എന്താ പറഞ്ഞത്? എത്ര മോശമായി ഇത് ജീവിതത്തിൽ സംഭവിച്ചാലും വേറെ ഒരു സെക്കൻഡ് പോലും പാടില്ല അതിനെ കൺവെർട്ട് ചെയ്ത് നമ്മൾ അത് നല്ലതിലേക്ക് മാറ്റിക്കൊള്ളണം. എത്ര ബന്ധങ്ങൾ മോശമാണെങ്കിലും പെട്ടെന്ന് അതിന് ബാബ പറഞ്ഞു അത് പോസിറ്റീവ് ആക്കി എടുത്തോളാം. അതിന് എന്ത് വേണമെന്ന് ബാബ പറഞ്ഞു? സഹനശീലത ധാരണ ചെയ്യണം. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബ